ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. കാലം കാത്തുവെച്ച കാവ്യനീതി. ഇഡിക്കെതിരെ സമരം ചെയ്യേണ്ടി വന്നു കേരളത്തിലെ കോൺഗ്രസുകാർക്ക്. അതിൻ്റെ പേരിൽ ജലപീരങ്കിയും കണ്ണീർവാതകവും ഏൽക്കേണ്ടിയും വന്നു. കള്ളക്കടത്തു പ്രതികളെ മുൻനിർത്തി ഇഡി അടക്കം കേന്ദ്ര ഏജൻസികളിൽ നിന്ന് കിട്ടിയ തുണ്ടുവിവരങ്ങളായിരുന്നു UDFനും മാധ്യമങ്ങൾക്കും പ്രിയങ്കരം. അതെല്ലാം തന്നെ അവർക്ക് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി മാറി. ഒടുവിലിതാ രാഹുൽ ഗാന്ധിയെ പിടിച്ചതോടെ അതേ ഇഡിക്കെതിരെ കേരളത്തിൻ്റെ രാജ്ഭവന് മുന്നിൽ പോയി ഇരിക്കേണ്ടിയും വന്നു. മോദി സർക്കാർ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിക്കുന്നു എന്നും വിളിച്ചു പറയേണ്ടി വന്നു. കാലം കാത്തുവെച്ച കാവ്യനീതി. ഇപ്പോൾ സ്വപ്നയെയും അവർക്ക് അത്രയങ്ങ് വിശ്വാസമില്ലാതായിട്ടുണ്ട്. ഇഡിയെ ചുറ്റിപ്പറ്റി കേരളത്തിൽ വല്ലാതെ കുടുങ്ങിപ്പോയ കോൺഗ്രസിനെ പറ്റിയാണ് ചർച്ച. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, CPIM, മുൻ MLA ശ്രീ VP സജീന്ദ്രൻ, കോൺഗ്രസ് നേതാവ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ഷാജി ജോസഫ്. ശ്രീ അരുൺകുമാർ, ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് കാലം കാത്തുവെച്ച കാവ്യനീതിയാണോ? ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്, കേൾക്കാൻ കഴിയുന്നില്ല. അരുൺ, കേൾക്കാമോ? ഞാൻ താങ്കളിലേക്ക് വരാം. ഇല്ല, റൈറ്റ്, ഞാൻ അത് പരിഹരിക്കാം. സാങ്കേതിക പ്രശ്നമുണ്ട്. റൈറ്റ്, തിരുത്താം, അത് പരിഹരിക്കാം. ശ്രീ VP സജീന്ദ്രൻ, എന്താണ് താങ്കളുടെ മറുപടി? താങ്കൾ കേട്ടല്ലോ. ഏതായാലും കേരളത്തിലെയും ഡൽഹിയിലെയും തമ്മിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളാണല്ലോ ഉള്ളത്. രണ്ടും തമ്മിൽ ഒരേപോലെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഡൽഹിയിൽ എന്താണ് നടക്കുന്നത്? മോഡി ലക്ഷ്യമുള്ളൂ കോൺഗ്രസ് വിമുക്ത ഭാരതം. അതിനുവേണ്ടി അദ്ദേഹം ലക്ഷ്യമിട്ടുകൊണ്ട് എല്ലാ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും കോൺഗ്രസിൻ്റെ നേതാക്കളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞതുപോലെ ED ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. സോണിയാഗാന്ധിക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നു. ഞങ്ങൾ EDക്കെതിരല്ല. EDയുടെ സമീപനത്തോടും കേന്ദ്ര സർക്കാർ EDയെ രാഷ്ട്രീയ വിരോധികളെ ഇല്ലായ്മ ചെയ്യാൻ നടത്തുന്ന ആ പ്രവൃത്തിയോടുമാണ് ഞങ്ങൾക്കെതിരെ. ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് അതിൻ്റെ കേസിന് ആസ്പദമായ കാരണങ്ങൾ എന്ന് താങ്കൾക്കും അറിയാമല്ലോ. ഇത് BJPയുടെ ഒരു നേതാവ്, BJPയുടെ ഒരു MP ആയ സുബ്രഹ്മണ്യ സ്വാമി കൊടുത്തിരിക്കുന്ന ഒരു കേസാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് രാഷ്ട്രീയപരമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. മോഡിയുടെയും അമിത്ഷായുടെയും ഏറ്റവും അടുത്തയാളാണ്. അവർ പറയുന്നതനുസരിച്ച് സഞ്ചരിക്കുന്ന ആളുമാണ്. ഇതേപോലെ തന്നെ രണ്ടാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 2G സ്പെക്ട്രം കേസും ഇതേപോലെ കൊണ്ടുവന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. അന്നും BJPക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. അന്നും മാധ്യമങ്ങളിലും ദേശീയ ചാനലുകളിലും വലിയ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് വലിയ ചർച്ച നമ്മുടെ രാജ്യത്ത് നടന്നു. ആ ചർച്ചയുടെ അവസാനം UPA ഗവൺമെൻറ്, രണ്ടാം UPA ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. BJPക്ക് ആദ്യമായി വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരാൻ കഴിഞ്ഞു. അതാണ് 2G സ്പെക്ട്രം കേസ്. ഈ പറഞ്ഞ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി കൊണ്ടുവന്ന കേസിൻ്റെ റിസൾട്ട്. അതേ പാതയാണ് ഇപ്പോൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ CPMൻ്റെ ചാനലും CPM നേതാക്കളും ഇത് കണ്ട് സന്തോഷിക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രധാന ശത്രു BJP ആണ്. ഇവിടെ ഇപ്പോൾ പശ്ചിമബംഗാളിലും ത്രിപുരയിലുമൊക്കെ CPM ഉണ്ടായിരുന്നു. CPM തോറ്റപ്പം ഞങ്ങൾക്ക് വേദനയുണ്ട്. കാരണം അതിന് പകരമായി വന്നത് BJP വരുന്നതിനോട് ഞങ്ങൾ എതിർക്കുന്നവരാണ്. ഞങ്ങൾ എതിർക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെയും കേരളത്തിൽ പിണറായി വിജയൻ്റെയും ഭരണത്തിനെതിരായിട്ടാണ്. അല്ല, ഞങ്ങൾ CPMനെ എതിർക്കുന്നില്ല. CPM നമ്മുടെ രാജ്യത്ത് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളിൽ കോൺഗ്രസ്സുകാരിൽ മഹാഭൂരിപക്ഷം ആളുകൾ. അങ്ങനെയെങ്കിൽ ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് LDFൻ്റെ പിന്തുണയോടുകൂടി മൻമോഹൻ സിംഗ് നമ്മുടെ രാജ്യം ഭരിച്ചില്ലേ? അപ്പം നിങ്ങൾക്കും ഇതൊക്കെ കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന എന്താണ് സംഭവിക്കുന്നതെന്നും അറിയാം. ഇപ്പോഴത്തെ രീതി എന്ന് പറയുമ്പോൾ ഒരു ദിവസം ചോദ്യം ചെയ്താൽ കിട്ടുന്ന മറുപടിയേ ഉള്ളൂ ഈ കേസിനകത്ത്. പക്ഷേ ചോദ്യം ചെയ്യൽ നീട്ടി കൊണ്ടുപോകുന്നു. എന്തിനാ? ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിലേക്കൊരു സംശയം ഉണ്ടാക്കണം. ഇനി എന്തെങ്കിലും ഉണ്ടോ? രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ട സോണിയാഗാന്ധി ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.
നമ്മുടെ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച കുടുംബമാണ് നെഹ്റു കുടുംബം. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം കൊടുത്തവരാണ്. അവരുടെ പരമ്പരയിൽപ്പെട്ടവരാണ്, പിന്നെ അവരുടെ കുടുംബത്തിൽപ്പെട്ടവരാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും. അവർക്കിവിടെ ഒരു രൂപ പോലും അഴിമതി കാണിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഒരു രൂപയുടെ അഴിമതി ആരോപണം നേരിടേണ്ട കാര്യമില്ല. പക്ഷേ BJPയെ സംബന്ധിച്ച് ഇവർ അഴിമതിക്കാരനാണെന്ന് 2 വർഷം കഴിയുമ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പായി ഇവർ അഴിമതിക്കാരനാണെന്ന ഒരു സംശയം ഇന്ത്യയിലെ ജനങ്ങളുടെ ഉള്ളിലേക്ക് കടത്തിവിടുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ കേസുമായി വന്നിരിക്കുന്നത്. അല്ലാതെ വേറൊരു കാര്യവും ഇതിൻ്റെ പിന്നിലില്ല. ഞങ്ങൾ ചോദ്യം ചെയ്യുന്നതിനെതിരല്ലല്ലോ. ഞങ്ങൾ ചോദ്യം ചെയ്യാൻ ED കൊടുത്ത നോട്ടീസ് അനുസരിച്ച് രാഹുൽ ഗാന്ധി ഹാജരായില്ലേ? പ്രിയങ്ക ഗാന്ധി സീനിയർ സിറ്റിസണാണ്, വേണമെങ്കിൽ EDയുടെ ഓഫീസിലേക്ക് വരില്ല എന്ന് വേണമെങ്കിൽ പറയാം, അവരിയ്ക്കുന്നിടത്ത് വരണമെന്ന് പറയാം. പക്ഷേ ശ്രീമതി സോണിയാഗാന്ധിയും പറഞ്ഞിരിക്കുന്നത് ED വിളിക്കുന്നിടത്തേക്ക് എത്താൻ തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം ഞങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഒരു സംശയം ഇടുവാൻ വേണ്ടി മാത്രം ഒരു തന്ത്രം EDയുടെ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഞങ്ങൾ പേടിക്കുന്ന വിഷയമില്ല, പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഇവിടെ BJP കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതിന് CPM പോലുള്ള പ്രസ്ഥാനങ്ങൾ കൂട്ടുനിൽക്കരുത് എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇത് രാഷ്ട്രീയ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പിടിച്ചതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ആ വിധത്തിലേക്ക് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള സമീപനമാണോ CPIM രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ രാഷ്ട്രീയമായി സ്വീകരിച്ചിട്ടുള്ളത് എന്നതുകൂടി ഈ ചർച്ചയിൽ ഉയർന്നു വരട്ടെ. എനിക്ക് സംശയമുണ്ട്, താങ്കൾ പറഞ്ഞതുപോലെയാണോ? രാഹുൽ ഗാന്ധിയെ പിടിച്ചോ, എന്നാൽ ഇരിക്കട്ടെ എന്ന മട്ടാണോ? എനിക്കറിയില്ല. ശ്രീ അരുൺകുമാർ ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ CPIMൻ്റെ ഭാഗം പറയട്ടെ. പക്ഷേ ശ്രീ ഷാജി ജോസഫ്, ഞാൻ എൻ്റെ ചോദ്യം ആവർത്തിക്കുന്നു. കാലം കാത്തുവെച്ച കാവ്യനീതിയാണോ എന്ന് ചോദിക്കുന്നത് കേരളത്തിലിരുന്ന് മലയാളത്തിൽ സംസാരിക്കുന്ന നമ്മൾ ഈ ചർച്ച കാണുമ്പോൾ പല താരതമ്യങ്ങളും വരുമല്ലോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അന്വേഷണ ഏജൻസികൾ സ്വർണ്ണക്കടത്ത് പ്രശ്നം ഏറ്റെടുക്കുന്നു. ഇവിടെ രാഷ്ട്രീയ വിവാദമായപ്പോൾ ഇവിടുത്തെ സർക്കാർ അത് ഏത് അന്വേഷണ ഏജൻസിയും വരട്ടെ എന്ന നിലയിൽ പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്നു. അതിനുശേഷം ഈ വന്ന അന്വേഷണ ഏജൻസി പിന്നീട് അതിൽ നിന്ന് തന്നെ മൊഴികൾ എന്ന നിലയിലേക്ക് പുറത്തേക്ക് വാർത്തകൾ വരികയും അത് ഏറ്റവും വലിയ വിഭവമാക്കി പ്രതിപക്ഷവും മാധ്യമങ്ങളും, സ്വാഭാവികമാണ്, തുടർന്ന് വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പുകളാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിനെ നന്നായി ഉപയോഗിച്ച് അന്വേഷണ ഏജൻസികളുടെ ഓരം ചേർന്ന് നിന്ന് കേരളത്തിൽ ഈ കാലത്ത് നയിച്ച, മുന്നോട്ട് പോയ, ജീവിച്ച കോൺഗ്രസ് ഇന്നിപ്പോൾ അതേ കാര്യങ്ങൾ പുതിയ സാഹചര്യത്തിൽ മറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായും അതിൻ്റെതായ ന്യായീകരണവാദങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണല്ലോ രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടതും. പക്ഷേ അതല്ലാതെ മാറി നിൽക്കുന്നവരെ സംബന്ധിച്ച് വീണ്ടും ചോദിക്കാൻ തോന്നും, ഇതൊരു പാർട്ടിക്ക് കേരളത്തിൽ കാത്തുവെച്ച കാലത്തിൻ്റെ കാവ്യനീതിയാണോ? ശരത്തെ, കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിലെ പ്രാദേശിക ഘടകവും അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വവും ഇന്ന് ഏതാണ്ട് ഒരേ സമയം ശരത് പറഞ്ഞ പോലെ കാത്തുവെച്ചൊരു കാവ്യനീതിയെ നമുക്ക് മുമ്പിൽ കാണിച്ചു തരികയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ ഡിസഗ്രിമെൻ്റ് ഒന്നുമില്ല. ഒരു കാര്യം നമ്മൾ കാണുക, കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ 4 ദിവസമായി അല്ലെങ്കിൽ 3 ദിവസമായി കേന്ദ്രത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നതും കേരളത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നതും പരസ്പരം ഒരു കാരണവശാലും ചേർന്ന് പോകാത്ത ഒരു പൊസിഷനിങ് ആണ്. ആ പോസ്ചറിങ് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇത് ഞാൻ പറയാൻ കാരണം, ഒരേ സമയം വേട്ടക്കാരനോടൊപ്പവും ഇരയോടൊപ്പവും ഓടുന്ന ഒരു പോസ്ചറിങ് ആണ്, ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കോൺഗ്രസിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുന്നതിനായി ED വിളിക്കുമ്പോൾ അതിനെ ഒരു പൊളിറ്റിക്കൽ ഇവൻ്റാക്കി മാറ്റാൻ കോൺഗ്രസ്സിന് കൈവന്ന ഒരു അവസരമായി കോൺഗ്രസ് കാണുന്നുണ്ട് എന്നുള്ളതിൽ വലിയ സംശയം നമുക്കില്ല. അല്ല എങ്കിൽ ഇതിനു മുൻപ് ഒരു അന്വേഷണ ഏജൻസിയുടെ മുൻപിൽ ഹാജരാകാൻ പോകുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരവസരമെന്ന് പറയുന്നത് ബീഹാറിൽ കന്നുകാലിത്തീറ്റ കുംഭകോണത്തിന് CBIയുടെ മുമ്പിൽ ഹാജരാകാൻ ലാലു പ്രസാദ് യാദവ് പോയപ്പോൾ മാത്രമാണ് നമ്മൾ കണ്ടത്. എന്നാൽ അന്ന് ലാലു പ്രസാദ് യാദവിനോടൊപ്പം വലിയൊരു അദ്ദേഹത്തിൻ്റെ പോപ്പുലർ സപ്പോർട്ടിൽ യാതൊരു കുറവും വന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് കോൺഗ്രസിൻ്റെ മുൻപിൽ നിൽക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത്,
കോൺഗ്രസ് ജനമനസ്സുകളിൽ നിന്നും അകന്നു പോകുന്നു. കോൺഗ്രസിൻ്റെ പോപ്പുലർ ബേസ് പല സംസ്ഥാനങ്ങളിലും താഴേക്ക് വരുന്നു. അങ്ങനെ ഒരു അവസരം, ഈ ഒരു അവസരത്തിന് കാരണമായി മാറിയത് ജനങ്ങളുടെ ഇഷ്യൂസ്, അത് തൊഴിലില്ലായ്മയാണെങ്കിലും പട്ടിണിയുടെ പ്രശ്നങ്ങളാണെങ്കിലും ഇന്ത്യയിലെ മതേതരത്വത്തിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ ജനാധിപത്യത്തെ ഗവൺമെൻറ് അവഗണിക്കുന്നത് ആണെങ്കിലും ഭരണഘടനയെ അവഗണിക്കുന്നതാണെങ്കിലും ഒക്കെ, ഈ ഇഷ്യൂസ് എടുത്തുകൊണ്ട് രാജ്യത്തൊട്ടാകെ ഇതുപോലെ കേരളത്തിലെയും കേന്ദ്രത്തിലെയും നേതാക്കൾ ഒന്നടങ്കം അണിചേരുന്ന ഒരു സാഹചര്യം എവിടെയാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടത്? അപ്പോൾ ED എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഏജൻസി രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുന്നതിന് ആ കേസിൻ്റെ ലീഗൽ മെറിറ്റിലോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ ആ കേസിൻ്റെ ലീഗൽ മെറിറ്റിലേക്ക് പോകുമ്പോൾ ഇതൊരു രാഷ്ട്രീയ പകപോക്കലിൻ്റെ അല്ലെങ്കിൽ കട്ട് ടു സൈസ് BJP കൊണ്ടുവരുന്ന എതിരാളികളെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കട്ട് ടു സൈസ് ചെയ്യുന്നതിനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയാം. കാരണം എവിടെയാണ് ED ഇടപെടാത്തത്? കഴിഞ്ഞ 8 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ED, CBI ഇങ്ങനെയുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട്, അത് വെസ്റ്റ് ബംഗാളിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും ഛത്തീസ്ഗഡിലാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പണ്ട് കോൺഗ്രസ് അധികാരത്തിലിരുന്ന കാലത്ത് കോൺഗ്രസ് എങ്ങനെയാണ് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചത് പൊളിറ്റിക്കൽ ബ്രൗണി പോയിന്റ് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിനും ഏതാണ്ട് 10 മടങ്ങ് അപ്പുറത്തേക്ക് പോയി പൊളിറ്റിക്സിലെ പ്രൊപ്പറൈറ്റിക്ക് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഉള്ളൊരു നീക്കമാണ് BJP നടത്തുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ ഒരു കാര്യം വിചാരിക്കണം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം EDക്കെതിരെ ഡൽഹിയിൽ നീങ്ങുകയും കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരെ സ്വർണ്ണക്കടത്തിൽ അഴിച്ചുവിടുന്ന ഒരു ആരോപണ ശൃംഖലയിൽ ED അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് തന്നെ ആവശ്യപ്പെടുന്ന ഒരു രംഗമാണ് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ കോൺഗ്രസ് നേതൃത്വം എങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ, ഇന്ത്യയിലെ ജനങ്ങളുടെ മുൻപിൽ എങ്ങനെ ഇതിനെ നീതീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു വശത്ത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് BJP രാഷ്ട്രീയ റൈവൽസിനെ, രാഷ്ട്രീയ എതിരാളികളെയോട് പകപോക്കുന്നതിന് നീക്കം നടത്തുന്നു എന്ന് ആക്ഷേപിക്കുകയും, എന്നാൽ അതേ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കേരളത്തിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ എതിരാളികളെ, അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ ഒരു പടനീക്കം നടത്തുകയും ചെയ്യുന്നത് എത്രത്തോളം നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണെന്നുള്ളതിൽ സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ശരത്തെ പറഞ്ഞത്, ഈ വേട്ടക്കാരനോടും ഇരയോടുമൊപ്പം ഒരേ സമയം സഞ്ചരിക്കാൻ അത് കോൺഗ്രസിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം അതിലൊരു രാഷ്ട്രീയ വിസ്ഡത്തിന്റെ ആബ്സൻസ് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ താങ്കളിലേക്ക് എങ്ങനെ ഇതിനെ നീതീകരിക്കുമെന്നുള്ളത്. ശരി, ഇവിടെ അരുൺകുമാർ, ഇപ്പോൾ കേരളത്തിൽ സംഘപരിവാർ ചിന്താഗതിക്കാരൊഴികെയുള്ളവർക്കൊക്കെ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ എതിരാളികളെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്ത് രാഷ്ട്രീയ എതിരാളികൾക്ക് മേൽ കടന്നുകയറാൻ മോദി സർക്കാർ ശ്രമിക്കുന്നു എന്ന പൊതു വിമർശനം നിലനിൽക്കുന്നതാണ് കേരളത്തിൻ്റെ ഒരു പൊതു സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ അതിൽ വലിയ ഡിസ്പ്യൂട്ടിലേക്ക് പോകേണ്ടതായിട്ടുള്ള കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് CPIഎമ്മിൻ്റെ നിലപാട് അങ്ങനെ ആവാനാണ് സാധ്യത. വ്യത്യാസമുണ്ടെങ്കിൽ താങ്കൾക്ക് മുന്നോട്ട് പൊതുവായി. പക്ഷേ ഇവിടെ പ്രശ്നം കേരളത്തിലേക്ക് വരുമ്പോൾ, കേരളത്തിലാണ് ഒരു വ്യത്യസ്തമായ സാഹചര്യം കഴിഞ്ഞ 2 വർഷമായി നമ്മൾ കണ്ടത്. കോൺഗ്രസ് നയിക്കുന്ന UDF കേരളത്തിൻ്റെ പൊതു പശ്ചാത്തലത്തിൽ അവർക്കൊരു രാഷ്ട്രീയ ആയുധമായി ഭരിക്കുന്ന സർക്കാരിനെതിരെ ഒരു വിഷയം കിട്ടുമ്പോൾ ആ വിഷയത്തിൽ ഈ പറഞ്ഞ പൊതുവിമർശനം, പൊതുരാഷ്ട്രീയ ദേശീയ വിമർശനം ബാധകമാകാതെ വരികയും വളരെ പ്രാദേശികമായി അതിൽ BJPക്കൊപ്പം നിലകൊണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെതിരെ നിലപാട് സ്വീകരിക്കുക നമ്മൾ കണ്ടു, ഈ അന്വേഷണ ഏജൻസികളുടെ വാദത്തെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട്. പക്ഷേ ഇതാദ്യമായി ഈ 2 ഘടകങ്ങളും, ദേശീയ ഘടകവും കേരളത്തിൻ്റെ കോൺഗ്രസ് നേതൃത്വവും KPCCയും ഒരേ പോയിന്റിൽ EDയുടെ കാര്യത്തിൽ ഇന്നത്തെ ദിവസം എത്തി. EDക്കെതിരെ കേരളത്തിൽ അവർക്ക് സമരം ചെയ്യേണ്ടി വന്നു. പല രൂപത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടെങ്കിലും വളരെ കൃത്യമായി പറയാവുന്നൊരു ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും EDക്കെതിരെ എന്ന നിലയിലേക്കെത്തി. അതാണ് എൻ്റെ ചോദ്യം, താങ്കളോടും ആവർത്തിക്കുന്നു. അത് കാലം കേരളത്തിൽ കോൺഗ്രസിന് മുമ്പിൽ കാത്തുവെച്ച കാവ്യനീതിയാണോ? തീർച്ചയായും കഴിഞ്ഞ 2 വർഷമായി ഈ കേരളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉരുത്തിരിഞ്ഞു വന്ന വിഷയങ്ങളിൽ
കോൺഗ്രസ് സ്വീകരിച്ച നിലപാടുകൾ വളരെ ഗൗരവപൂർവ്വം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ ആദ്യം കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ ഇത് അന്വേഷിക്കണം. കാരണം സ്വർണം വിദേശത്തുനിന്ന് വന്നതായതുകൊണ്ട് സംസ്ഥാന പോലീസിന് തന്നെ അന്വേഷണം നടത്തി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ഏറ്റവും ആദ്യം പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണല്ലോ. പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് നമ്മുടെ മുന്നിലുണ്ട്. കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ വന്നതും ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചതും ഒക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇൻവെസ്റ്റിഗേഷൻ വഴിതിരിഞ്ഞു പോകുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. കൃത്യമായി ഓരോ ദിവസവും നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ്റെ റിപ്പോർട്ടുകൾ പ്രത്യേകം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ തന്നെ തയ്യാറാക്കി പത്രമാധ്യമങ്ങൾക്ക് കൊടുക്കുന്നു, അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്നു. അത് അന്തിച്ചർച്ചയായി മാറുന്നു. ശരിക്കും നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത കോണുകളിൽ നിന്ന് വാർത്ത തയ്യാറാക്കി ഒരേ രൂപത്തിൽ തന്നെ പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യമെല്ലാം ഉണ്ടായി. ഇതിനിടയിൽ ഇപ്പോൾ നിരവധി തവണ പ്രതികളെ ചോദ്യം ചെയ്തു, നിരവധി സാക്ഷികളെ ചോദ്യം ചെയ്തു, ആ പ്രതികൾ നടത്തിയ വെളിപ്പെടുത്തലുകളെ കുറിച്ച് ചോദ്യം ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് കുറ്റപത്രവും സമർപ്പിക്കുകയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ആ കുറ്റപത്രം സമർപ്പിച്ചതിൻ്റെ വിചാരണാഘട്ടം വന്നു. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരെ ഒരു ചെറിയ തെളിവെങ്കിലും കിട്ടിയാൽ അത് നന്നായി തന്നെ BJP നേതൃത്വം ഉപയോഗിക്കുമെന്നതിൽ സംശയമില്ലല്ലോ. അത് കൃത്യമായി അവർ ഉപയോഗിക്കും. പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. ആ ഘട്ടത്തിലെല്ലാം ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആകെ അവശേഷിക്കുന്ന കേരളത്തിലാണ് എന്നതുകൊണ്ട് തന്നെ അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നല്ല രൂപത്തിൽ തന്നെ ഉപയോഗിക്കും. അത്തരത്തിൽ ഉപയോഗിക്കാൻ കഴിയാതെ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണാ ഘട്ടത്തിലാണ്. ആ വിചാരണാ ഘട്ടത്തിൽ വരുമ്പോൾ അതിലെ തന്നെ പ്രധാനപ്പെട്ട പ്രതി ക്രിമിനൽ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായി വെളിപ്പെടുത്താനുണ്ട് എന്ന് പറയുമ്പോൾ അതാത് അന്വേഷിച്ച ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് എതിരായിട്ടാണ് മൊഴി കൊടുക്കുന്നത്. ഞങ്ങൾ അന്വേഷണ ഘട്ടത്തിൽ പലതും പറഞ്ഞു, അതനുസരിച്ച് ഇൻവെസ്റ്റിഗേഷൻ പോയില്ല, അതുകൊണ്ട് കൂടുതൽ വെളിപ്പെടുത്താനുണ്ടെന്ന് പറയുമ്പോൾ അതേ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ നോ ഒബ്ജക്ഷൻ പറയാണ്. ഈ പെറ്റീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്കൊന്നും ബോധിപ്പിക്കാനില്ല. ഇത്തരം സാഹചര്യം വരുമ്പോൾ ആ പ്രതി പറയുന്ന മൊഴി അതേപോലെ വിശ്വാസത്തിലെടുത്ത് തെരുവീതികളിലേക്ക് ഇറങ്ങുവാനും മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ആക്രമിക്കാനും എല്ലാം കോൺഗ്രസ് നേതൃത്വം കൊടുത്ത് രംഗത്തിറങ്ങി വരുന്നതും ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇത്തരത്തിൽ പ്രതി പറയുന്ന മൊഴിയെ പൂർണ്ണമായി വിശ്വാസത്തിൽ എടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അഫിഡവിറ്റിനെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. ഇന്ന് വന്നപ്പോൾ ED നടത്തിക്കൊണ്ടിരിക്കുന്ന ദേശവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒരു ദേശീയ പ്രക്ഷോഭം എന്ന രൂപത്തിൽ അവർക്ക് രംഗത്തേക്ക് വരുമ്പോൾ കേരളത്തിലെ സാഹചര്യവും അതിന് മുന്നിലുണ്ട്. കാരണം ഭരണം കിട്ടി മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്താകമാനം പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാനും സംസ്ഥാന ഗവൺമെന്റുകളെ ദുർബലപ്പെടുത്തുവാനും തങ്ങളുടെ ഭരണത്തിനെതിരെ വരുന്ന വികാരങ്ങളെ ഇല്ലായ്മ ചെയ്യാനും അതുപോലെ തന്നെ ഭരണം കൃത്യമായിട്ട് അടിച്ചമർത്തി ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ദുരുപയോഗം ചെയ്യുകയാണെന്ന് ആദ്യഘട്ടം മുതൽ തന്നെ CPM പറഞ്ഞിട്ടുണ്ട്. അന്ന് ശ്രീമതി സോണിയാഗാന്ധിയും ശ്രീ രാഹുൽ ഗാന്ധിയും എല്ലാം ഇതിനെ അനുകൂലിക്കുന്ന നിലപാടെടുക്കുമ്പോഴും കേരളത്തിൽ അവർ വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് എടുത്തത്. വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് 27 സംസ്ഥാനങ്ങളിലും ഒരേ നിലപാടും കേരളത്തിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടെടുത്തത് ഒരു സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്ന രൂപത്തിലാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ മറ്റു രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഒന്നും കിട്ടാതെ വരുമ്പോൾ എങ്ങനെയെങ്കിലും ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ചുവട് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നതിലേക്ക് ഇവർ ചുരുങ്ങുന്നതാണ് നാം കണ്ടത്. ഇത്ര അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു, 2 കൊല്ലമാണ് അന്വേഷണം നടത്തിയത്, എന്നിട്ടും ഒന്നും കിട്ടിയില്ല. ഇപ്പൊ BJPയുടെ നേതാവ് ശ്രീ V മുരളീധരൻ കേന്ദ്രമന്ത്രിയാണല്ലോ. സ്വർണം എവിടെ നിന്നാണ് വന്നത്, എങ്ങോട്ടാണ് പോയത്, ആരൊക്കെയാണ് പണം മുടക്കിയത്, ആരൊക്കെയാണ് ഇതിൽ ഗുണം കിട്ടിയത് എന്നത് പ്രശസ്തമല്ല എന്ന് പറയാണ്. ഒരു കള്ളക്കടത്ത് കേസിൽ, സ്വർണ്ണ കള്ളക്കടത്ത് കേസ്, അതിൽ ഈ 4 കാര്യങ്ങൾ പ്രശസ്തമല്ല എന്ന് ഒരു കേന്ദ്രമന്ത്രി പറയുമ്പോൾ അപ്പോഴെങ്കിലും ഇവർ സംശയിക്കേണ്ടേ? ഇപ്പൊ സ്വപ്നയ്ക്ക് വക്കീലിനെ നഷ്ടപ്പെട്ടാൽ 1000 വക്കീലന്മാരെ ഞങ്ങൾ നിയമിച്ചു കൊടുക്കും എന്ന് പറയുന്നത് RSS ആണ്. ആദ്യഘട്ടത്തിൽ ഇതിലെ പ്രതികൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തണം എന്ന് പറഞ്ഞവർ തന്നെ ഇപ്പോൾ പ്രതികൾക്ക് വേണ്ടി 1000 അഭിഭാഷകരെ രംഗത്തേക്ക് വരുമ്പോൾ അതിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് സംശയിക്കേണ്ടേ? കോൺഗ്രസും സംശയിക്കേണ്ടേ? കാരണം ഇവിടെ എല്ലാവിധ അന്വേഷണം നടത്തി ഒന്നും കിട്ടാതെ വന്ന കുറ്റപത്രം സമർപ്പിച്ച് ഇപ്പോൾ ഗവൺമെന്റിലേക്ക് ഈ അന്വേഷണം കൊണ്ടുവരണമെങ്കിൽ ഏതെങ്കിലും പുതിയ വെളിപ്പെടുത്തൽ വരണം. ആ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു തുടരന്വേഷണം എന്ന രൂപത്തിൽ നിലവിലുള്ള വിചാരണയെല്ലാം നിർത്തിവെക്കണം. അത്തരത്തിൽ പോകുമ്പോൾ കോൺഗ്രസും തിരിച്ചറിയേണ്ടതായിരുന്നു. ഓരോ ദിവസവും ഇത്തരത്തിൽ ഒരേ ഖണ്ഡികയായിട്ട് ഇന്നിപ്പോൾ ശ്രീ KT ജലീലിനെതിരെയും ശ്രീരാമകൃഷ്ണനെതിരെയും വാർത്തകൾ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. ഇത് രഹസ്യമൊഴിയാണല്ലോ. ആ രഹസ്യമൊഴിയിൽ നിന്ന് എങ്ങനെയാണ് വിവരങ്ങൾ പുറത്തു വരിക? അഫിഡവിറ്റിന്റെ കോപ്പി വേണമെന്ന സംസ്ഥാന ഗവൺമെന്റും വിജിലൻസും ഇന്ന് കോടതിയെ സമീപിക്കുമ്പോൾ ഇത് കൊടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് അതിലെ വിവരങ്ങൾ പുറത്തു വരിക? ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചനയെ തിരിച്ചറിയാൻ കോൺഗ്രസും തയ്യാറാകണം. ദേശീയ തലത്തിൽ BJP എടുത്തിരിക്കുന്ന നയത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടണം. എന്തുകൊണ്ടാണ് UAE-യിൽ നിന്നടക്കം
ഈ സ്വർണം അയച്ചവരെ കൊണ്ടുവരാൻ, ആ പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഒരു ഇടപെടലും കേന്ദ്ര ഗവൺമെന്റ് നടത്താത്തത്? അത്തരത്തിൽ ട്രീറ്റീസ് ഉള്ള രാജ്യമല്ലേ, ഏതു തരത്തിലും ഇടപെടാൻ നമുക്ക് കഴിയുമല്ലോ. അത്തരത്തിലൊന്നും ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുപോകാതെ എങ്ങനെയെങ്കിലും കേരളത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ തലവന്മാരെ പ്രതിപട്ടികയിൽ കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. അതുകൊണ്ട് കാവ്യത്തിന്റെ കാവ്യനീതിയാണ് എന്ന് തന്നെ നമുക്ക്, കാലത്തിന്റെ കാവ്യനീതിയാണെന്ന് തന്നെ നമുക്കിത് ചിത്രീകരിക്കേണ്ടി വരും. ഇന്നലെ എടുത്ത നിലപാടും ഇന്നെടുത്ത നിലപാടും കോൺഗ്രസ് അഴഞ്ഞു വരുന്നതാണ്, കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നതാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഡൽഹിയിൽ അവർ ഒരു നിലപാടെടുക്കുന്നു, കേരളത്തിൽ വ്യത്യസ്തമായിട്ട് നിലപാടെടുക്കുന്നു. അങ്ങനെ എടുത്തു പോകാൻ കഴിയില്ല. കാരണം ഇത്തരത്തിലുള്ള നിലപാട് കോൺഗ്രസും പണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ അതിന്റെ വിചാരണ നടത്തി വെറുതെ വിട്ടു, ഹൈക്കോടതി വെറുതെ വിട്ടു, സുപ്രീം കോടതി ചെന്നപ്പോൾ സുപ്രീം കോടതി ഇപ്പൊ എന്താ ഒരു ചോദ്യം ചോദിച്ചേ, ഏതെങ്കിലും തരത്തിലൊരു തെളിവിന്റെ കണികയെങ്കിലും സഖാവ് പിണറായി വിജയനെതിരെ ഉണ്ടെങ്കിൽ അത് അടുത്ത ഡേറ്റിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞു. പിന്നെ 23 തവണ തുടർച്ചയായി CBI ഈ കേസ് അഡ്ജൺ ചെയ്ത് വിടുന്നതാണ് നാം കണ്ടത്. അന്ന് CBIക്ക് നേതൃത്വം കൊടുത്തത് ഈ കോൺഗ്രസ് തന്നെയാണ്, നമുക്കറിയാമല്ലോ. ഭരണത്തിലിരിക്കുമ്പോൾ ഭരണകക്ഷികൾ അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന കാഴ്ചപ്പാട് നമ്മൾ കൃത്യമായി കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഇവിടെ നിലപാട് തിരുത്താൻ കോൺഗ്രസ് തയ്യാറാകണം. കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രത്യക്ഷമായിട്ടുള്ള സമരങ്ങളെല്ലാം കള്ള വ്യാജ തെളിവുകൾ, മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. ഒരു തെളിവുകളുടെയും അകമ്പടിയില്ല, ഇതിന് ഒരു പേപ്പർ വാല്യൂം പോലും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ നിങ്ങൾ രംഗത്ത് വരണമെന്നാണ് ദയവായി അഭ്യർത്ഥിക്കാനുള്ളത്. റൈറ്റ്. ഇവിടെ ശ്രീ VP സജീന്ദ്രൻ, ഇങ്ങനെ ഈ രണ്ട് കേസുകളെയും താരതമ്യം ചെയ്ത് കേരളത്തിൽ ഏതാണ്ട് 2 വർഷക്കാലത്തോളമായി നമ്മൾ ആഘോഷിച്ച് ചർച്ച ചെയ്ത സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ഈ വിധം താരതമ്യം ചെയ്ത് അരുൺകുമാർ അവതരിപ്പിക്കുന്നു. മറുഭാഗത്ത് ശ്രീ ഷാജി ജോസഫ് പറഞ്ഞത് കേട്ടില്ലേ, ഇത്തരമൊരു പശ്ചാത്തലത്തിൽ കേരളത്തിനകത്ത്, ഞാൻ ദേശീയ തലത്തിലെ പൊതുവിലല്ല, കേരളത്തിനകത്ത് എങ്ങനെ നീതിയുക്തമായി തൃപ്തികരമായി നീതീകരിക്കാനാകും, നിങ്ങൾക്ക് ജനങ്ങളോട് വിശദീകരിക്കാനാവും? അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ട് കേരളത്തിലെ കോൺഗ്രസ് ഈ വിഷയത്തിൽ നേരിടും, ഈ താരതമ്യങ്ങൾ വെച്ചുകൊണ്ട് ആളുകൾ സംസാരിക്കുമ്പോൾ. അതിന് കാര്യകാരണ സഹിതം മറുപടി പറയാനാകുമോ? തീർച്ചയായും. ആദ്യം ഡൽഹിയിലെ കേസ് എന്താണ്? നാഷണൽ ഹെറാൾഡ് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ അത് താങ്കൾ പറഞ്ഞല്ലോ, യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വാങ്ങി. അതിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാം. അതിൽ 1 കോടി രൂപ ഈ കമ്പനി യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് 1 കോടി രൂപ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് സുബ്രഹ്മണ്യ സ്വാമി കൊടുത്തൊരു കേസാണ്. അത് അന്വേഷിച്ചോട്ടെ, ഞങ്ങൾ അന്വേഷിക്കേണ്ടെന്ന് പറയുന്നില്ലല്ലോ. ഞങ്ങൾ ഹാജരാകുന്നുണ്ടല്ലോ. സോണിയാഗാന്ധി അടുത്ത ദിവസം ഹാജരാകാൻ പോവുകയാണല്ലോ. അതിലൊന്നും ഞങ്ങൾക്കൊരു വിരോധമില്ല. പക്ഷേ ഞങ്ങൾക്കിത് തെളിയിക്കണം. കോൺഗ്രസ് വിമുക്ത ഭാരതത്തിന് വേണ്ടി ഈ പറയുന്ന ഈ സുബ്രഹ്മണ്യ സ്വാമിയെ BJP നേതൃത്വം ഉപയോഗിക്കുന്നു എന്ന് ഞങ്ങൾക്ക് തെളിയിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അവസരമുണ്ട്. ഇവിടെ എന്താ കേരളത്തിലെ കേസ്? സുബ്രഹ്മണ്യം സ്വാമിയെ പോലെ ഒരാളാണോ ഇവിടെ കേസ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്? സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ ഒരു കള്ളക്കടത്തുകാരിയല്ലേ വെളിപ്പെടുത്തിയിരിക്കുന്നത്? അത് 2 വർഷങ്ങൾ മുമ്പ് സുബ്രഹ്മണ്യ സ്വാമിക്കാണോ വിശ്വാസ്യത കൂടുതൽ, അതോ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്നയ്ക്കാണോ വിശ്വാസ്യത കൂടുതൽ? അല്ലല്ല, ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ കോൺഗ്രസിൻ്റെ ആളുകളോ അല്ലെങ്കിൽ UDFന്റെ ആളുകളോ അല്ലെങ്കിൽ BJPയുടെ ആളുകളോ അല്ല കേസ് കൊടുത്തിരിക്കുന്നത്. കള്ളക്കടത്തുകാർ കൊടുത്തിരിക്കുന്ന ജോയിൻറ്റ് വെഞ്ചറായിരുന്നു, ജോയിൻ്റ് ഏർപ്പാടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തെ ആള് അവരെ രക്ഷിക്കുമെന്ന് ഉറപ്പ് ശിവശങ്കർ കൊടുത്തിരുന്നു. അവരെ രക്ഷിച്ചില്ല. മനസ്സിലായില്ല. അവരെ രക്ഷിക്കുമെന്ന് ശിവശങ്കരൻ ഉറപ്പ് കൊടുത്തിരുന്നു. അവസാനം അവരുടെ ജീവൻ പോലും നഷ്ടപ്പെടുമെന്നുള്ള സ്ഥിതി വന്നു. അവരുടെ കുട്ടിയെ പോലും നഷ്ടപ്പെടുമെന്നുള്ള സ്ഥിതി വന്നു. അപ്പോഴാണ് 164 സ്റ്റേറ്റ്മെൻറ്റ് പുറത്തായതും തുറന്നു പറയേണ്ട സാഹചര്യം ഉണ്ടായത്. അല്ലെങ്കിൽ ഇതൊന്നും തുറന്നു പറയേണ്ട കാര്യമില്ല. ശിവശങ്കരൻ മുഖ്യമന്ത്രിയെ വെള്ളപൂശാൻ വേണ്ടി ഒരു പുസ്തകം എഴുതി എല്ലാ കുഴപ്പത്തിനും ഉത്തരവാദി സ്വപ്നയാണെന്ന് വരുത്തി തീർത്തു. യഥാർത്ഥത്തിൽ സ്വപ്നയല്ല എന്ന് വരുത്തി തീർക്കേണ്ട ബാധ്യത അവർക്ക് വന്നു. 2 വർഷങ്ങൾ ശരത്തെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. മൊഴി എന്ന് പറഞ്ഞ് ഇപ്പോൾ മുമ്പ് വന്നതുപോലെ തന്നെ സെലക്റ്റീവ് ലീക്കിംഗ് കുറേശ്ശെ എന്ന നിലയിൽ മാധ്യമങ്ങളിലേക്ക് കൊടുക്കുന്നു. ലക്ഷ്യം വ്യക്തം, കുറേയേറെ രാഷ്ട്രീയ പൊതുചർച്ചയാണ് ലക്ഷ്യം. അതെന്തുമാവട്ടെ, ആ മൊഴിയെ പൂർണ്ണ വിശ്വാസത്തിൽ ശ്രീ സജീന്ദ്രൻ എടുക്കുകയാണോ? ഒരു നിമിഷം. ഞാൻ ശ്രീ VD സതീശൻ, പ്രതിപക്ഷ നേതാവ്, ഏറ്റവും ഒടുവിൽ പറഞ്ഞത്, മുമ്പ് പറഞ്ഞത്, ഇന്നിപ്പോൾ ശ്രീ അരുൺകുമാർ പറഞ്ഞത് UDFന് പതുക്കെ നേരം വെളുത്തു തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. അതിൻ്റെ അർത്ഥം താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ. VD സതീശൻ 2 തവണയായി പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കാണാം. ഇന്നലെ പറഞ്ഞതും അതിനു മുമ്പ് പറഞ്ഞതും, ഇന്ന് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്.
ഒരു നിമിഷം. അവരെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ഞങ്ങൾ പറയുന്നു. ഞങ്ങൾക്ക് അവരെ വിശ്വാസമില്ല. അത് ഞങ്ങളുടെ നിലപാടാണ്, ദേശീയതലത്തിലെ നിലപാടാണ്. അവർ ദുരുപയോഗിക്കും. ഉറപ്പായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം അതിശക്തമായിട്ട് പ്രതികരിക്കില്ലേ? കേരളത്തെ ഞെട്ടിക്കുന്ന വിവരങ്ങളല്ലേ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, അതിൻ്റെ വിശ്വാസ്യത എത്രയുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തയെ ആശ്രയിച്ച് ഞങ്ങൾ നടത്തുമ്പോൾ അത് ശരിയാണോ ഇല്ലെന്ന് അറിയില്ല. വെളിപ്പെടുത്തലുകളുടെ പിന്നാലെയല്ല ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അതിന് നിജസ്ഥിതി അറിയണം എന്ന് കേരളത്തിന് നിർബന്ധമുണ്ട്. ശ്രീ സജീന്ദ്രൻ കേട്ടല്ലോ, ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ എന്നായിരുന്നു ആദ്യം മുതലുള്ളൊരു ഒരു ഫ്രെയിമിംഗ്. ഇന്നലെ ആയപ്പോഴേക്കും സ്വപ്ന പറയുന്നതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നപ്പോൾ വിശ്വാസ്യത എത്രയുണ്ടെന്ന് അറിയില്ല എന്ന നിലയിലേക്കുള്ളൊരു ബാക്ക് ഫുട്ടിലേക്കുള്ള പോക്കുണ്ട്. ഇന്നിപ്പോൾ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന മട്ടിലേക്കുള്ള ഉണ്ട്. അപ്പോൾ താങ്കൾ അവർ പറഞ്ഞത് നിറം പിടിപ്പിച്ച കഥകൾ ഇപ്പോൾ മാധ്യമങ്ങൾ വരുന്നതിന് അതേപടി വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ നേതാക്കൾക്കും മുന്നണിക്കും തന്നെയും ഒരു പിന്നോട്ടടിയുണ്ട്. അത് ആളുകൾക്ക് ബോധ്യപ്പെട്ടു. ശരത്തെ, അത് മുഴുവൻ നിങ്ങൾ കേൾപ്പിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ സാധ്യമല്ലല്ലോ. അത് ഒരു പ്രസംഗം മുഴുവൻ കേൾപ്പിക്കാൻ പറ്റൂ? അല്ലല്ല, മുഴുവൻ കൊടുക്കാൻ കഴിയൂ? ആയിക്കോട്ടെ, ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സ്വപ്ന സുരേഷ് 164 സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയും കാലം പറയാതിരുന്നത്? 164 സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് പുറത്തു പറയാതിരുന്നത് സ്വപ്നയ്ക്ക് ശിവശങ്കരൻ അടക്കമുള്ള ഒരു ഉറപ്പ് കൊടുത്തു. നാളെ വേറൊരു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഇവർ മാറ്റിപ്പറയില്ലെന്നുള്ള സംശയത്തിലാണ് പറഞ്ഞത്. നാളെ ഈ പറയുന്ന ഇവർ തന്നെ നാളെ സ്വപ്നയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തോളാം, നിങ്ങൾ മാറ്റിപ്പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റിപ്പറയില്ല നമുക്കറിയാൻ പറ്റുമോ? അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നത് കേരളത്തിൽ. ശരത്തെ, അതുകൊണ്ടാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ല അന്വേഷണം നടക്കുന്നതെങ്കിൽ ഇതെല്ലാം അട്ടിമറിക്കപ്പെടും. കാരണം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 164 സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ഒരു ചുക്കും ഇത്രയും കാലം നടന്നില്ല. അതുകൊണ്ട് നാളെയും ഈ കേസ് അട്ടിമറിക്കാം. കാരണം എതിർപക്ഷത്ത് നിൽക്കുന്നത് അത്രയും കള്ളക്കടത്തുകാരി പറയുന്നതിന് മുമ്പ് എപ്പോൾ സ്വീകരിച്ചു? ഈ കള്ളക്കടത്തുകാരി 164 സ്റ്റേറ്റ്മെന്റ് എന്നതിന്റെ പേരിൽ ഇപ്പോൾ പറയുന്നതിന് മുമ്പ് ഈ കുറ്റപത്രം വരെ കൊടുത്ത കേസിൽ നാളിതുവരെ കോൺഗ്രസ് അത് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ, ഈ 164 കൊടുത്ത് പുറത്തു വന്ന ഇവർ പത്രസമ്മേളനം ഞാൻ പറയുന്നു, ഇത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഇനിയുള്ള അന്വേഷണങ്ങൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തണം. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇതിന്റെ ഇടനിലക്കാരൻ ഒരു ദല്ലാളുണ്ടല്ലോ, ആ ദല്ലാളിനെ പേരിനൊന്ന് ചോദ്യം ചെയ്തു. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി അദ്ദേഹം ഇഷ്ടം പോലെ നടക്കുകയായിരുന്നു. അദ്ദേഹത്തെ പേരിനൊന്ന് ദോഷം ചോദ്യം ചെയ്തു. കാരണം മാധ്യമങ്ങളിലെ ചർച്ച അതാണ്, ജനങ്ങളുടെ ഇടയിലെ ചർച്ച ഇതാണ്. ഞാൻ ചോദിച്ചോട്ടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഹവാല പണം അമേരിക്കയിലേക്ക് കടത്തി ഈ ബിലിവേഴ്സ് ചർച്ച വഴിയാണ് ഇ.ഡി. സതീശന്റെ പണം കടത്തിയത്, അല്ലെ രമേശ് ചെന്നിത്തലയുടെ പണം കടത്തിയത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിറ്റേ ദിവസം പോലീസ് കസ്റ്റഡിയിലാവില്ലായിരുന്നു. സൗഹൃദത്തിന്റെ ഒരു നിമിഷം, അദ്ദേഹം ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഇപ്പോൾ താങ്കൾ പറഞ്ഞു കോൺഗ്രസിനും UDF-നും ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായി തുടങ്ങി, ഒരു പിന്നോട്ടടി ഉണ്ട്. പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന VP സജീന്ദ്രൻ അതില്ല. അദ്ദേഹം പൂർണ്ണമായും ആ മൊഴിയും ഇപ്പോൾ മാധ്യമ വാർത്തകളിലും തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. കേട്ടതല്ലേ ശരത്? ഇവിടെ 2022 ഫെബ്രുവരി മാസം മുതൽ തന്നെ ഇതിന്റെ ഗൂഢാലോചന തുടങ്ങിയെന്ന് നമുക്ക് എല്ലാവർക്കും, ഈ വാർത്തകളൊക്കെ നിരീക്ഷിക്കുന്നവർക്ക് ബോധ്യപ്പെട്ടല്ലോ. 19 തവണയാണ് ഫെബ്രുവരി മാസത്തിൽ ഈ സ്വപ്ന സുരേഷും ശ്രീ PC ജോർജും തമ്മിൽ ഫോണിൽ സംസാരിച്ചത്. അതുപോലെ തന്നെ മുൻപ് വന്ന ഒരു തട്ടിപ്പ് കേസിലെ സരിതയും അതുപോലെ തന്നെ ഇതേ കേസിലെ സരിത്തുമെല്ലാം ഒരുമിച്ച് കൂടിച്ചേർന്ന് ആലോചിച്ചു എന്നും തിരുവനന്തപുരത്ത് വെച്ച് കണ്ടുമുട്ടിയെന്നും നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടു എന്നും എല്ലാം നമ്മുടെ മുന്നിൽ കൃത്യമായിട്ടുള്ള എവിഡൻസ് തന്നെയുണ്ട്. ഇവരെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. സരിത്ത് സമ്മതിച്ചിട്ടുണ്ട്, സ്വപ്ന സമ്മതിച്ചിട്ടുണ്ട്, PC ജോർജ് തന്നെ മാധ്യമങ്ങളിലൂടെ സമ്മതിച്ചിട്ടുണ്ട്. PC ജോർജിനെ ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ചുമതല ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഈ പ്രതികളെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും ആരും ചുമതലയൊന്നും ഏൽപ്പിച്ചിട്ടില്ലോ. അവിടെ തുടങ്ങി ഗൂഢാലോചന. ആ ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഗൂഢാലോചന അന്വേഷിക്കുന്ന കേസ് രജിസ്റ്റർ ചെയ്തത്.
ആ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ എല്ലാം ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. ആ ജാമ്യം കിട്ടുന്ന വകുപ്പിന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടുമല്ലോ, ഹൈക്കോടതിയിൽ കൊണ്ടുപോയി മുൻകൂർ ജാമ്യം ഫയൽ ചെയ്യേണ്ട. ആ മുൻകൂർ ജാമ്യം ഫയൽ ചെയ്യാണ്. 18 പേജുണ്ട് അതിൻ്റെ മൊഴി, നമുക്ക് കൃത്യമായിട്ട് ജാമ്യാപേക്ഷയുടെ മെമ്മോറാണ്ടം. അതിൽ പറഞ്ഞിരിക്കുകയാണ്, ഒരു ദൂതൻ അപരിചിതൻ വന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ മൊഴി പിൻവലിക്കണമെന്ന് പറഞ്ഞു. ശ്രീ VP സജീന്ദ്രൻ ഒരു അഭിഭാഷകൻ കൂടിയാണല്ലോ. 164 സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റിന് കൊടുത്താൽ പിന്നെ അത് പിൻവലിക്കാൻ വകുപ്പൊന്നുമില്ലല്ലോ, പിൻവലിക്കാൻ കഴിയില്ല. അങ്ങനെ പിൻവലിക്കണമെന്ന് പറഞ്ഞ ഒരു ദൂതൻ അപരിചിതൻ വരുന്നു എന്നാണ് സ്വപ്നയുടെ പേരിൽ കൊടുത്ത ജാമ്യാപേക്ഷയിലുള്ളത്. 1.5 മണിക്കൂർ അവർ തമ്മിലുള്ള ആ ഫോൺ സംഭാഷണം എല്ലാ ചാനലുകളും ലൈവ് കൊടുത്തതല്ലേ? ആ വോയിസ് മെസ്സേജ് കൃത്യമായിട്ട് ക്ലിപ്പിംഗ് ലൈവ് കൊടുത്തല്ലോ. എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ എത്ര തവണ കേട്ട് കാണും ഇവിടുത്തെ ചാനലുകൾ? അതിലെന്താ, അവർ തമ്മിൽ അപരിചിതരാണോ? സ്വന്തം ഗർഭപാത്രം വരെ വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ച ലേഡിയാണ് സ്വപ്ന സുരേഷ്. അതിന് ഉള്ള സാഹചര്യം ഒരുക്കിയത് ഈ ഷാജി കിരണാണ്. അവർ തമ്മിലുള്ള വളരെ ആത്മബന്ധത്തോടെയുള്ള 1.5 മണിക്കൂർ സംഭാഷണത്തിൽ നിന്നും അപരിചിതൻ ദൂതനായി വന്ന് 164 സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കാൻ പറഞ്ഞു എന്നുള്ളത് കള്ളം, പച്ചയായ കള്ളം. തട്ടിപ്പും വഞ്ചനയും തള്ളും സ്വയം തൊഴിലാക്കി മാറ്റിയ ചില ആളുകൾ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ വച്ച് എത്ര ദിവസമായി കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഈ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ചർച്ച നടത്തുന്നു ഈ ഗവൺമെന്റിനെതിരെ? UDF എത്ര ദിവസമായി സമരം നടത്തുന്നു? എത്ര സ്ഥലത്ത് നിങ്ങൾ നിയമം ലംഘിച്ചുകൊണ്ട് സമരം നടത്തി? ഈ സാഹചര്യങ്ങൾ എന്റെ ചോദ്യം, യുഡിഎഫിന് കാര്യമായ മാറ്റം വന്നിട്ടുണ്ടോ ഈ വിഷയത്തിൽ? UDF ഈ രൂപത്തിൽ ഇനി അന്ധമായി സ്വപ്ന പറയുന്നതിനെ എടുത്തുകൊണ്ട് തുടർന്ന് അങ്ങോട്ട് പോയാൽ അപകടം ചെയ്യാം, അപകടം പിണയാം എന്ന നിലയിൽ UDFിന് ഒരു ചിന്ത വന്നു തുടങ്ങിയെന്നാണോ അരുൺ കരുതുന്നത്? അങ്ങനെ ഒരു ചിന്ത ശ്രീ സജീന്ദ്രൻ്റെ പ്രതികരണങ്ങളിൽ ഇല്ലല്ലോ. ഇപ്പോഴും ഇന്നലെ എന്താണോ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് എന്താണോ പറഞ്ഞത് അതേ ആർജവത്തോടെ സ്വപ്നയുടെ മൊഴിയെ പിടിച്ചു തന്നെയല്ലേ അദ്ദേഹം സംസാരിക്കുന്നത്? ശരത്, ഇപ്പോൾ രഹസ്യമൊഴി പരസ്യമാക്കിയത് സ്വപ്ന സുരേഷ്. അഫിഡവിറ്റും പെറ്റീഷനും കോടതിയിലുണ്ട്. കോടതിയിൽ അതിന്റെ കോപ്പി, സർട്ടിഫൈഡ് കോപ്പി വേണമെന്ന് ഗവൺമെന്റ് ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ വിജിലൻസ് അടക്കം ആവശ്യപ്പെടുന്നു. അത് കൊടുക്കുന്നില്ല. ക്രൈംബ്രാഞ്ച് അടക്കം ആവശ്യപ്പെടുമ്പോൾ കൊടുക്കാൻ പാടില്ലെന്ന് കോടതി പറയുന്നു. പക്ഷേ ആ അഫിഡവിറ്റിലെ ഓരോ ഖണ്ഡികയും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം. ഇന്നലെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായിരുന്നു, മക്കൾക്കെതിരായിരുന്നു. ഇന്ന് വന്നത് ശ്രീ KT ജലീലിനും P ശ്രീരാമകൃഷ്ണനും എതിരാണ്. നാളെ ആർക്കും ഇല്ല. അതെങ്ങനെയാ പുറത്തു വരുന്നത്? ED തന്നെയല്ലേ പുറത്തു വിടുന്നത്. അതായത് ഇതിനു മുമ്പ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ ഓരോ ദിവസവും വൈകുന്നേരം പത്രദൃശ്യ മാധ്യമങ്ങളിൽ വാർത്തയുടെ കൃത്യമായിട്ടുള്ള ക്ലിപ്പിങ്ങുകളും ഖണ്ഡികയും എത്തിക്കുന്നത് പോലെ തന്നെ ഇപ്പോഴും ED വാർത്ത പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഇത് ലൈവാക്കി നിർത്തണം. ഇതെല്ലാം സാധാ കോൺഗ്രസ്സുകാർക്ക് ഓരോ ദിവസത്തെ രാഷ്ട്രീയം കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാകില്ലേ? ചെറിയ രൂപത്തിൽ അവർക്ക് മാറ്റം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ശ്രീ VD സതീശൻ ഇന്നലെ അത് പറയില്ലല്ലോ. തലേ ദിവസം പറഞ്ഞ മൊഴിയിൽ നിന്ന് മാറ്റി ഈ അഫിഡവിറ്റിലെ എല്ലാ കാര്യങ്ങളും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ലെന്ന് പറയുന്നുണ്ട്. ഇന്ന് വരുമ്പോൾ കുറച്ചുകൂടെ മാറ്റം വരികയാണ്. കാരണം കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രതിപക്ഷത്തെയും ഇല്ലാതാക്കണം. കാരണം അവരുടെ ലക്ഷ്യം പടിപടിയായി രാജ്യത്തിന്റെ ഭരണഘടന വരെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഞങ്ങളുടെ സ്വന്തം ഭരണഘടന പ്രതിഷ്ഠിക്കാൻ വേണ്ടി രാജ്യത്തിന്റെ സാഹചര്യം മാറ്റാനാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും പാകപ്പെടുത്തുക. ഞങ്ങൾ എന്തിനാ രാജസ്ഥാനിൽ 2 MLA-മാരുടെ വോട്ട് നിങ്ങൾക്ക് തന്നത്? നിങ്ങളുടെ MP അവിടെ ജയിക്കാനാ. കാരണം ഇവിടെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അടക്കം വരികയാണ്. ഇവിടെ എങ്ങനെയെങ്കിലും ഭരണഘടന വരെ തിരുത്തി എഴുതാൻ പാകത്തിന് ഒരു ഏകധ്രുവ രാജ്യമാക്കി ഈ രാജ്യത്തെ മാറ്റാൻ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന BJP RSS നടത്തുന്ന ശ്രമങ്ങൾ തിരിച്ചറിയണം. ഇവിടെ കൃത്യമായി അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ രാജ്യത്താകമാനം ഒറ്റ നിലപാടെടുക്കാനില്ല ഇന്നലെ 14ഓളം വരുന്ന പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് കൂടി നിലപാടെടുത്തത്. പക്ഷെ കേരളത്തിൽ മാത്രം നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള നിലപാടെടുക്കുകയാണ്. കേരളത്തിലെ ED എന്തോ മഹാ ED ആണ്. ED ആവോ എന്ന് നിങ്ങൾ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നിങ്ങൾ EDക്ക് എതിരായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് പടിപടിയായി മാറ്റം വന്നിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് മാറ്റം വരണം. EDയുടെയും BJPയുടെയും RSSന്റെയും രാഷ്ട്രീയ ഗൂഢാലോചന തിരിച്ചറിയണം. പ്രതികൾ ഇപ്പോൾ ആരുടെ വലയത്തിലാണെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. പ്രതിക്ക് ജോലി കൊടുത്തത്, എല്ലാ ആനുകൂല്യം കൊടുത്തത്, ഓരോ ദിവസവും സംരക്ഷിക്കുന്നത് 1000 അഭിഭാഷകരെ ഈ പ്രതികൾക്ക് വേണ്ടി, അത് തീവ്രവാദ കുറ്റം ചുമത്തണമെന്ന് പറഞ്ഞ പ്രതിക്ക് വേണ്ടി 1000 അഭിഭാഷകരെ അണിനിരത്തുമ്പോൾ ഇതെല്ലാം കേന്ദ്രമന്ത്രി തന്നെ പറയുകയാണ്, RSS നേതാക്കന്മാർ പറയുകയാണ്. തിരിച്ചറിയണമെന്നാണ് വളരെ വിനയ പുരസ്സരം താങ്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്. കോൺഗ്രസ് അത് തിരിച്ചറിയണം എന്ന് പറയുന്നൊരു സാഹചര്യം ആണ് അരുൺകുമാർ ആവർത്തിച്ച് പറയുന്നത്. ഏതായാലും ശ്രീ ഷാജി ജോസഫ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ദേശീയ നിലപാട്, രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് ഇപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന പോയിന്റിൽ തന്നെയാണ് കോൺഗ്രസ് നിന്നുകൊണ്ട് രാഹുലിനെ ഇപ്പോൾ ED തുടർച്ചയായി ചോദ്യം ചെയ്യുന്നതിന് ആ നിലയിലാണ് അവർ കാണുന്നത്. ഇപ്പോൾ അരുൺ പറഞ്ഞത് കുറെ കൂടി ഏകധ്രുവ
സ്പേസിലേക്ക്, രാജ്യത്തെ ഒരു പ്രസിഡൻഷ്യൽ ഭരണത്തിലേക്ക് അടക്കം മാറ്റുന്ന, ഭരണഘടനയെ ആ നിലയിൽ മാറ്റാൻ കഴിയുന്ന, ജനാധിപത്യത്തെ ആകെ വഴിമാറ്റാൻ കഴിയുന്ന, കുറെ കൂടി വിശാലമായ വലിയ വിമർശനം മോദി സർക്കാരിനെതിരെ, NDAക്കെതിരെ ഉന്നയിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് എല്ലാ പ്രതിപക്ഷത്തിനെതിരെയുമുള്ള, പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയുമുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് CPIM അതിനെ കാണുന്ന. ആ വിശദീകരണമാണ് അരുൺ തന്നത്. രണ്ട് ഭാഗത്ത് അതിൽ ആ നിലയിലുണ്ട്. ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷാജി ജോസഫ് നോക്കിയാൽ, ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന പ്രതിപക്ഷ നേതാവ് ഇന്നലെ ആകുമ്പോഴത്തേക്ക് അവർ പറഞ്ഞതിൽ വിശ്വാസ്യത എത്രയെന്നറിയില്ല എന്ന് ചുരുക്കി പറയേണ്ടി വരുന്നു, അല്ലെങ്കിൽ മാറ്റി പറയേണ്ടി വരുന്നു. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇന്നിപ്പോൾ കുഞ്ഞാലിക്കുട്ടി കൂടി വന്നതോടുകൂടി കാര്യം കുറെ കൂടി വ്യക്തമല്ലേ? ഇപ്പോഴത്തെ പറച്ചിലിൽ വിശ്വാസ്യതയില്ല, അങ്ങനെയുണ്ടോ? ഒരു പ്രതിയായ സ്ത്രീ, കള്ളക്കടത്ത് കേസിലെ പ്രതി, ഇങ്ങനെ ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിൽ പലതും പറയുന്നു. അതിൽ ഇതുവരെ പറഞ്ഞതെല്ലാം വലിയ സ്വീകാര്യതയാവുകയും ഇന്നലെ പറഞ്ഞത് മാത്രം സ്വീകാര്യമല്ലാതാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇത് ഒരു അപകടം പിടിച്ച പുറകെ നടപ്പാണ് എന്നൊരു തോന്നലിലേക്ക് കേരളത്തിലെ UDF നേതൃത്വം മാറുന്നു എന്ന് ധരിക്കേണ്ടതുണ്ടോ? അതോ ഇപ്പോൾ ഈ ഷാർജ ഭരണാധികാരിയൊക്കെ പിടിച്ച് ഈ ചിത്രത്തിലേക്ക് വലിച്ചിട്ടതോടെ യഥാർത്ഥത്തിൽ ഈ പ്രവാസികളുമായിട്ടുള്ള കേരളത്തിൻ്റെ അഭേദ്യമായ ബന്ധത്തെ ബാധിക്കുന്നു, നമ്മുടെ പ്രവാസികളുടെ ജീവിതത്തെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന വിധത്തിലേക്ക്, ഈ ആവശ്യമില്ലാത്ത ഡയമെൻഷനിലേക്ക് പോകുന്നു. ഇപ്പോൾ തന്നെ ആ രാജ്യങ്ങളിൽ നിന്ന്, ഇപ്പോൾ നൂപുർ ശർമ്മ പറഞ്ഞതിനെ തുടർന്നൊക്കെ ഉണ്ടായ വല്ലാത്ത ഒരു ഭിന്നതയോ അല്ലെങ്കിൽ ഒരു നിരാശാജനകമായ സാഹചര്യമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തുടർച്ചയിലേക്ക് ഒരു സംഘ് പരിവാർ താല്പര്യം ഇതിലും പ്രകടമാകുന്നു എന്ന് വൈകിയാണെങ്കിലും കോൺഗ്രസോ UDFോ തിരിച്ചറിയുന്നു എന്നാണോ ഈ മാറ്റത്തിൽ കാണേണ്ടത്? അതുപോലെ ഒരു അഴിമതി പ്രശ്നത്തിൽ രാഹുൽ ഗാന്ധി ഈ വിധത്തിലാണോ ചോദ്യം ചെയ്യലിനായി പോകേണ്ടത്? നേരത്തെ താങ്കൾ ചോദിച്ചതിൻ്റെ തുടർച്ചയിലാണ്. ശരത്തെ, എനിക്ക് അല്പസമയം തരിക. രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഒരു വലിയ പ്രതിസന്ധിയിൽ വന്ന് നിൽക്കുകയാണ്. ജനങ്ങൾ ഉൾക്കൊള്ളുന്ന, ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന, ജനങ്ങളുടെ പിന്തുണ ആർജിക്കാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് എവിടെയോ കോൺഗ്രസ്സിന് നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടും കേരളത്തിലെ നിലപാടും തമ്മിലുള്ള ആ വലിയ അന്തരം. അല്പം മുമ്പ് ബഹുമാനപ്പെട്ട സജീന്ദ്രൻ പറഞ്ഞൊരു കാര്യം, എന്താണ് രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുന്ന കേസ്? അത് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് 1 കോടി രൂപയുടെ കേസല്ല. 1937 സ്ഥാപിക്കപ്പെട്ട നാഷണൽ ഹെറാൾഡ്, ക്വാമി അവാജ്, നവജീവൻ, ഈ 3 പബ്ലിക്കേഷൻസ് നടത്തിക്കൊണ്ടിരുന്ന അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് AJL എന്ന് പറയുന്ന കമ്പനി അത് നഷ്ടത്തിലാകുകയും, നമുക്കറിയാം 1942 മുതൽ 45 വരെ ഈ പബ്ലിക്കേഷനെയെല്ലാം ബ്രിട്ടീഷ് ബാൻ ചെയ്തിരുന്നു. അതിൻ്റെ കാരണം ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിലെ കോൺഗ്രസിൻ്റെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ശബ്ദമായി ഈ പബ്ലിക്കേഷൻസ് മാറിയത് കൊണ്ടാണ്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ഈ പത്രങ്ങൾക്കോ ഈ പബ്ലിക്കേഷനോ ഈ കമ്പനികൾക്കോ മുന്നോട്ട് പോകാൻ പറ്റാതെ വന്നപ്പോൾ 2002 2011 ഇടയിൽ കോൺഗ്രസ് പാർട്ടി 90 കോടി രൂപ ഈ കമ്പനിക്ക് കൊടുത്തുകൊണ്ട്, AJLലേക്ക് കൊടുത്തുകൊണ്ട്, ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ശബ്ദമായിരുന്ന ഈ പബ്ലിക്കേഷനെ ഒന്ന് നിലനിർത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ ഇതിൽ 67 കോടി രൂപയും അവിടുത്തെ നിലവിലുണ്ടായിരുന്ന എംപ്ലോയീസിൻ്റെ VRS പോലുള്ളവരുടെ ഡ്യൂസ് ക്ലിയർ ചെയ്തു. ബാക്കി 90 ബാക്കി പൈസ കൊണ്ട് അവർ ഗവൺമെൻറ്റിൻ്റെ ഇൻകം ടാക്സ്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഡ്യൂസ്, ഇതെല്ലാം ക്ലിയർ ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീട് സംഭവിച്ചതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം. 50 ലക്ഷം രൂപ വില വരുന്ന യങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനി ആർട്ടിക്കിൾ 25 കീഴിൽ ഫോം ചെയ്യുകയും, അത് നോൺ പ്രോഫിറ്റബിൾ കമ്പനിയാണ്. ഏതാണ്ട് 5000 കോടി രൂപയിൽ മേളിൽ വരുന്ന AJL എന്ന് പറയുന്ന കമ്പനിയുടെ മുഴുവൻ അസറ്റ്സും യങ് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. അതിനെയാണ് ED ചോദ്യം ചെയ്യുന്നത്. എന്നാൽ ED ഇത് ചോദ്യം ചെയ്യുമ്പോൾ 2015 ഇതേ കേസിൽ ഈ കേസ് നിലനിൽക്കില്ല എന്ന് കണ്ട് അവർ ED തന്നെ ക്ലോസ് ചെയ്ത കേസാണത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ചരൺ സിംഗ് ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത്, സഞ്ജയ് ഗാന്ധിയെ അറസ്റ്റ് ചെയ്തപ്പോൾ, ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? കോൺഗ്രസ്സിന് തിരിച്ചു വരാനുള്ള വലിയൊരു അവസരമാണ് ലഭിച്ചത്. നമുക്കറിയാം, കാലഘട്ടങ്ങൾ നമ്മൾ കണ്ടതാണ്. അധികാരത്തിൽ ഏത് പാർട്ടി വരുന്നോ അവർ അവരുടെ രാഷ്ട്രീയ റൈവൽസിനെതിരെ, PV നരസിംഹറാവുവിൻ്റെ കാലത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള മാധവറാവു സിന്ധിക്കെതിരെയും കമൽനാഥിനെതിരെയും റാവു തൻ്റെ അധികാരത്തെ ഉപയോഗിക്കുകയുണ്ടായി.
ഇങ്ങോട്ട് അത് തന്നെ നമ്മൾ പിന്നീട് കാണിക്കുകയുണ്ടായി. രാജീവ് ഗാന്ധി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ CBI ഡയറക്ടറാണ് പറഞ്ഞത് അങ്ങനെ ഒരു അവസരം ഇപ്പോൾ ഈ കേസിലില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, രാഷ്ട്രീയപരമായി കോൺഗ്രസിനെതിരെ മറ്റ് പാർട്ടികൾക്കെതിരെ ഇങ്ങനെയുള്ള നീക്കങ്ങൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടത്തുമ്പോൾ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ ശബ്ദം എവിടെയായിരുന്നു? ഇതേ ED തന്നെ വെസ്റ്റ് ബംഗാളിലും UP-യിലും ഒക്കെ നീക്കങ്ങൾ നടത്തിയപ്പോൾ, കർണാടകയിൽ DK ശിവകുമാറിനെതിരെ നീങ്ങിയപ്പോൾ കോൺഗ്രസ് ഇതുപോലൊരു നീക്കം എന്തുകൊണ്ടാണ് നടത്താതിരുന്നത്? ശ്രീ VP സജീന്ദ്രൻ, അദ്ദേഹം ആ കേസുമായി ബന്ധപ്പെട്ട അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ ഗൗരവ സ്വഭാവം ഒക്കെ അവിടെ നിൽപ്പുണ്ട്. പക്ഷേ അതിൻ്റെ ലീഗാലിറ്റിയിലേക്ക് ഇപ്പോൾ പോകുന്നതിൽ വലിയ അർത്ഥവുമില്ല. കാരണം കാര്യങ്ങൾ പുറത്തു വരട്ടെ. അതിൻ്റെ രാഷ്ട്രീയമായ അപകടവും ഒക്കെ കേരളം ആ നിലയിൽ കേരളത്തിൽ നിന്നുകൊണ്ട് വിമർശനം ഉയരുന്നുണ്ട്. അത് ഇടതുപക്ഷത്തു നിന്നായാലും അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നായാലും ഒക്കെ. പക്ഷേ ഇതിൽ രസകരമായൊരു കാര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന് ഒരു വലിയ പരാതി ഈ കേസിൽ ED-യോടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ED ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് വിവരങ്ങൾ ചോർത്തി പുറത്തേക്ക് കൊടുക്കുന്നു. ഏത് രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുമ്പോൾ അത് കേൾക്കുമ്പോൾ കേരളത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് കേരളത്തിലെ ഈ കാലത്തെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ നോക്കിയാൽ സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ സഹതപിക്കാൻ തോന്നില്ലേ? കോൺഗ്രസിനോട് ചിരി വരില്ലേ? ഈ സ്വർണ്ണക്കടത്ത് ചർച്ചാ കാലത്ത് അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നതിനെ ഏറ്റവും അധികം ആഘോഷമാക്കിയ, അതിലേറ്റവും വലിയ വിമർശനം ഉയർന്നപ്പോൾ അതിന് പുല്ലുവില കൽപ്പിക്കാതെ ആ പറഞ്ഞതെല്ലാം വേദവാക്യമാക്കി അതിനെ ദുരുപയോഗിച്ച കൂട്ടരല്ലേ കേരളത്തിലെ കോൺഗ്രസ്. ഇന്നിപ്പോൾ അതേ കോൺഗ്രസ് പറയുകയാണ് ED വിവരങ്ങൾ രാഹുലിനെ ചോദ്യം ചെയ്യുമ്പോൾ ചോർത്തുന്നു, പുറത്തു കൊടുക്കുന്നു. സജീന്ദ്രൻ, അല്ല, ഇത് പറയാനായിട്ട് CPM-ന് എന്ത് ധാർമ്മികതയാണുള്ളത്? കാരണം ഇതേപോലെ ഒരു സരിതയുടെ വിളിച്ചു വരുത്തി പരാതി എഴുതി മേടിച്ചിട്ട് കേസ് CBI-ക്ക് വിട്ട മുഖ്യമന്ത്രിയല്ലേ പിണറായി വിജയൻ? അല്ല, ഞാൻ CPM-ന്റെ വാദമല്ല പറഞ്ഞത്. CPM-ന്റെ വാദമല്ല, ഞാനൊരു പൊതു താരതമ്യം പറഞ്ഞത്. അതെ, അങ്ങ് പൊതു താരതമ്യം പറഞ്ഞതാണെങ്കിൽ പോലും ഞാൻ CPM-ന് ആണ് മറുപടി കൊടുത്തിരിക്കുന്നത്, അങ്ങോട്ടല്ല. CPM-നെ ചാരണ്ടെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ആളുകൾ ഇങ്ങനെ ചിന്തിക്കില്ലേ? ആളുകൾ അങ്ങനെ ചിന്തിക്കില്ലേ? CPM അല്ലാത്തവരും ED എന്ന് പറഞ്ഞ് അതേ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യല്ലേ. ED മാത്രമല്ല ഈ കേസ് അന്വേഷിക്കേണ്ട, കേരളത്തിലെ കേസ് NIA അന്വേഷിക്കണം. കാരണം ഇത്രയും വിവാദമായ കേസ് NIA അന്വേഷിക്കണ്ടേ? ഈ പറയുന്ന സ്വപ്ന സുരേഷിനെ അറിയില്ല എന്ന് കോവിഡ് കാലഘട്ടത്തിൽ അദ്ദേഹം എല്ലാ ദിവസവും 6 മണിക്ക് വന്ന് പത്രസമ്മേളനം നടത്തും. അന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്വപ്ന സുരേഷിനെ അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു അറിയാം, വീട്ടിൽ വന്നിട്ടുണ്ട്, കോൺസുലേറ്റിൻ്റെ കൂടെയാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ പറയേണ്ട സാഹചര്യം അവസാനം അദ്ദേഹത്തിനുണ്ടായി. കോൺസുലേറ്റിൻ്റെ കൂടെ സ്വപ്ന സുരേഷ് ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടായി. പക്ഷേ പല പടങ്ങളും പുറത്തു വരുന്നുണ്ട്, കുടുംബമായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടും കൊച്ചുമക്കളുമായി ചേർന്നിരിക്കുന്ന പടങ്ങൾ. അത് സ്വാഭാവികമായിട്ടും എങ്ങനെ എടുത്തു എന്നുള്ളത് വിശദീകരിക്കേണ്ട അത് ആ കുടുംബാംഗങ്ങളാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ലല്ലോ ഈ ആരോപണം വന്നിരിക്കുന്നത്? മുൻ മന്ത്രിമാർ പോട്ടെ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ പോലും ഇതിൻ്റെ അകത്ത് വലിച്ചെഴുത്തില്ലേ? കുടുംബാംഗങ്ങൾ ഇതിൽ ഇല്ല എങ്കിൽ എന്തുകൊണ്ട് ഡിഫാമേഷൻ കേസ് ഫയൽ ചെയ്തുകൂടാ? ഡിഫാമേഷൻ കേസ് ഫയൽ ചെയ്തുകൂടാ? അതിനിതുവരെ തയ്യാറാകുന്നല്ലോ. മുഖ്യമന്ത്രി രാഷ്ട്രീയക്കാരനാണ്. മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ആരോപണങ്ങൾ ഇഷ്ടം പോലെ വരും, ആരോപണങ്ങളെ അതിജീവിക്കേണ്ടി വരും, ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. പക്ഷേ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യയെക്കുറിച്ചും മകളെക്കുറിച്ച് പോലും ഈ ആരോപണം വന്നപ്പോൾ അതിനെതിരെ സ്വപ്ന പറഞ്ഞത് ശരിയല്ല. അങ്ങനെ ഒരു സന്ദർശനം ഞങ്ങളുടെ വീട്ടിൽ നടത്തിയിട്ടില്ല. കോൺസുലേറ്റ് അല്ലാതെ ഒറ്റയ്ക്ക് വന്നിട്ടില്ല. കോൺസുലേറ്റിൻ്റെ കൂടെ വന്നിട്ടുണ്ടാവാം, അതല്ലാതെ വന്നിട്ടില്ല. ഞങ്ങളെ കണ്ടിട്ടില്ല, ഞങ്ങളുമായി സംസാരിച്ചിട്ടില്ല. ഇത് പറഞ്ഞുകൊണ്ട് ഒരു ഡിഫാമേഷൻ കേസ് പോലും കൊടുക്കാൻ തയ്യാറാകാതെ വരുമ്പോൾ സ്വാഭാവികമായും ഞങ്ങളെപ്പോലെയുള്ളവർക്ക് മാത്രമല്ല കേരളത്തിലെ പൊതുവായ എല്ലാവർക്കും തോന്നുന്ന സംശയം ഉണ്ടായില്ല ശരത്തെ? ഞാൻ അങ്ങോട്ടൊന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തോ ചീഞ്ഞ് നാറുന്നു. അതുകൊണ്ടാണല്ലോ എന്തോ ചീഞ്ഞ് നാറുന്നു. അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ ഈ ഷാജികിരൺ അടക്കമുള്ള ആളുകളെ പേരിന് വിളിച്ച് ചോദ്യം ചെയ്യുന്നു, എന്നിട്ട് തലോടി വിടുന്നു, സൂപ്പിച്ച് വിടുന്നു. അതിനപ്പുറത്തേക്ക് കാര്യമായ ഒരു ചോദ്യം ചെയ്യൽ നടത്തുന്നില്ല. അപ്പോൾ അതെല്ലാം കൂടെ മൊത്തം കാണുമ്പോൾ ഒരു ഇതിൻ്റെ അകത്ത് എന്തോ സംതിങ് റോങ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് അവകാശപ്പെടുന്ന ആളുകൾ, ഷാജികിരൺ ഇതുവരെ നിഷേധിച്ചിട്ടില്ല. ഷാജികിരൺ പറയുന്നത് വിജയ് ബിലീവേഴ്സ് ചർച്ച വഴി അല്ല, സംശയം ഉണ്ടല്ലോ, എല്ലാവർക്കും സംശയം ഉണ്ടല്ലോ. അത് സംശയം ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് ശരത്തെ? അത് കേരളം ഭരിക്കുന്ന സംസ്ഥാനത്തെ നയിക്കുന്ന 1ാം നമ്പർ 1 മുഖ്യമന്ത്രിക്കില്ലേ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കില്ലേ? അപ്പൊ ഇതുവരെ അരുൺകുമാർ,
ഇവിടെ ഞാനൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, അദ്ദേഹം അതിനെ സ്പർശിച്ചിട്ടില്ല. ഞാനും അതുകൊണ്ട് തൽക്കാലം അത് മാറ്റിവെക്കുന്നു. പക്ഷേ അവിടെ നിന്ന് അദ്ദേഹം വീണ്ടും സഞ്ചരിച്ചത് മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെയായി വിശദീകരിച്ച് പറയുന്നു. ഇപ്പോൾ ഈ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുത്താലേ UDF തൃപ്തിയാകും. ആ മാനനഷ്ടത്തിനൊരു കേസ് മുഖ്യമന്ത്രി കൊടുത്താൽ അവരുടെ കേസ് അവസാനിച്ചു. മുഖ്യമന്ത്രിക്ക് എന്തോ ആ നിലയിൽ ഒരു നടപടി സ്വീകരിച്ചാൽ അവരുടെ പ്രശ്നം തീർന്നു. ഈ നിലയിലാണ് നേതാവ്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം ഇവരെല്ലാം പലപ്പോഴും അത് പറയുന്നുണ്ടല്ലോ. അരുൺ, മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ കൊടുത്താൽ മതി, മുഖ്യമന്ത്രി കൊടുക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ കൊടുത്താൽ മതി. വർഷങ്ങളോളം ഈ മുഖ്യമന്ത്രിയുടെ ഭാര്യ ശ്രീ VP ശശീന്ദ്രൻ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ വർഷങ്ങളോളം മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് സിംഗപ്പൂരിൽ കമല ഇന്റർനാഷണൽ എന്നൊരു കമ്പനി ഉണ്ടെന്ന് പറഞ്ഞ് എത്ര വർഷങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ വാർത്ത ഉണ്ടാക്കി, ചർച്ച നടത്തി, എഡിറ്റോറിയൽ എഴുതി, ഇവിടുത്തെ ചില സാഹിത്യകാരന്മാർ ഞെട്ടൽ രേഖപ്പെടുത്തി അതിനെതിരെ പ്രതികരിക്കുന്ന സാഹചര്യം എല്ലാം ഉണ്ടായി. എത്ര നാളാണ് വേട്ടയാടിയത്? അവസാനം എന്തായി? യഥാർത്ഥത്തിൽ ആ വാർത്ത കെട്ടിപ്പടച്ചുണ്ടാക്കിയതാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ഒരു തിരുത്തു കൊടുക്കാൻ ആരെങ്കിലും തയ്യാറായോ? അന്നും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു തരത്തിലും പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കുകയോ മുഖ്യമന്ത്രി ആയിരുന്നില്ല ചെയ്തില്ല. അതിനുശേഷം ഒരു വ്യവസായിയുടെ കണ്ണൂരിലെ വീട് കാണിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വീടാണ് എന്ന രൂപത്തിൽ എത്ര വർഷങ്ങളാണ് പ്രചരിപ്പിച്ചത്? സോഷ്യൽ മീഡിയയിൽ അതിന്റെ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത് BJPയും കോൺഗ്രസും അടങ്ങുന്ന സൈബർ വിങ് ടീമുകളല്ലേ? അന്നേരവും മുഖ്യമന്ത്രി ഒരു മാനനഷ്ടത്തിനും കേസ് കൊടുത്തില്ല. അതുപോലെ മുഖ്യമന്ത്രിയുടെ മകനുമായി ബന്ധപ്പെട്ടുകൊണ്ടും പരസ്പര വിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു, വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഒരു പ്രൈവറ്റ് കംപ്ലൈന്റും കൊടുത്തില്ല, മാനനഷ്ടത്തിന് കേസും കൊടുത്തില്ല. കാലം തെളിയിച്ചു ഇതെല്ലാം വ്യാജ ആരോപണങ്ങളാണെന്ന് തെളിയിച്ചു. അതുപോലെ തന്നെ ജനം അദ്ദേഹത്തെ ഹൃദയത്തിലേക്ക് വാങ്ങി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചരിത്രം തിരുത്തി എഴുതി വീണ്ടും മുഖ്യമന്ത്രിയായി തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ മുന്നിലുണ്ട്. അല്ല, അതുപോലെയാണോ ഇത്? അതാണ് ചോദ്യം അദ്ദേഹത്തിന്റെ. കേന്ദ്ര അദ്ദേഹത്തിന്റെ ചോദ്യം അതുപോലെയാണോ ഇത്? വിചാരണ ആരംഭിക്കുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇടപെടല്ലേ പറയും. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, 4 കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്ത് വിചാരണ ഘട്ടത്തിൽ എത്ര തവണയാണ് ഇതേ സ്വപ്ന സുരേഷ് പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ എന്നെ നിർബന്ധിക്കുന്നു, എന്നെ ഭീഷണിപ്പെടുത്തുന്നു, എനിക്ക് വാഗ്ദാനങ്ങൾ തരുന്നു, എനിക്ക് ജാമ്യം തരാമെന്ന് പറയുന്നു, എന്നെ മാപ്പ് സാക്ഷിയാക്കി കേസിൽ നിന്ന് വിടുതൽ തരാം എന്ന് പറഞ്ഞത് അവർ തന്നെയല്ലേ? അവരുടെ വോയിസ് മെസ്സേജ് പുറത്തു വന്നപ്പോൾ കോടതി ചോദിച്ചില്ല ഇത് നിങ്ങളുടെ ശബ്ദമാണോ എന്ന്? ഞങ്ങളുടെ ശബ്ദമാണ് എന്ന് തന്നെയല്ലേ പറഞ്ഞത്? ഈ കേസിലെ മറ്റൊരു പ്രതി ഇതേ സെഷൻസ് കോടതിയിൽ തന്നെ അപേക്ഷയും കൊടുത്തില്ലേ? ഭീഷണിപ്പെടുത്തുകയാണ്, ജീവന് ഭീഷണിയുണ്ട്, മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ നിർബന്ധിക്കുന്നു. ആ സാഹചര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലില്ലേ? ഇപ്പോൾ ഇത്തരത്തിലൊരു മൊഴിയിലേക്ക് ഈ പ്രതി പോകാനുണ്ടായ കാരണം പകൽ പോലെ വ്യക്തമല്ലേ? RSSന്റെ കീഴിലുള്ള കൃത്യമായി ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ ആകർഷകമായിട്ടുള്ള ജോലി RSS കൊടുക്കുന്നു. നമ്മൾ കണ്ടതല്ലേ ഇതെല്ലാം? എത്ര ആകർഷകമായ ശമ്പളം, അതുപോലെ തന്നെ വീട്, സൗകര്യം, കാറ്. കോടതിയിൽ മൊഴി കൊടുക്കാൻ വരുന്നത് ഈ സ്ഥാപനത്തിന്റെ വാഹനത്തിലാണ്, ആ സ്ഥാപനത്തിന്റെ അഭിഭാഷകന്റെ കൂടെയാണ്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ മൊഴി കൊടുക്കാനുണ്ടായ സാഹചര്യം എന്തെന്ന് വ്യക്തമാണ്. പിന്നെ എന്തു മാനനഷ്ടം? ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച്. കോൺഗ്രസുകാർക്ക് പയ്യെ മനസ്സിലാകൂ എന്നിരുന്നാലും ഇത്തരത്തിൽ ആരോപണങ്ങൾ കൂടി വന്നപ്പോഴാണ് ചരിത്രം തിരുത്തി എഴുതി ആരാണോ ഭരണകക്ഷി ആ ഭരണകക്ഷിക്ക് അനുകൂലമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിധി എഴുതിയ ചരിത്രം കേരളത്തിലില്ല. ആ ചരിത്രം തിരുത്തി എഴുതി കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആധികാരികമായിട്ടുള്ള വിജയം ഇടതുപക്ഷം നേടിയത്. നിങ്ങൾ പിന്നെയും ആക്രമണം, നിങ്ങൾ അപവാദ പ്രചരണം ശക്തിപ്പെടുത്തി. 91 സീറ്റിൽ നിന്ന് ആധികാരികമായ ഭൂരിപക്ഷത്തിൽ 99ആയി വോട്ടിംഗ് ശതമാനത്തിൽ വർദ്ധിച്ച് ഈ മുന്നണിയെ തന്നെ അധികാരത്തിലെത്തുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് നിങ്ങൾ വിവാദങ്ങൾക്ക് പുറകെ പോകുക, ഞങ്ങൾ വികസനത്തിന്റെ പുറകെ പോകും, ജനങ്ങളോടൊപ്പം നിൽക്കും, കൂടുതൽ വികസനം നടത്തി നവകേരളം കെട്ടിപ്പടുക്കും. നിങ്ങൾ വിവാദങ്ങൾക്കൊപ്പം പോകുമ്പോൾ രാജ്യത്തിൽ മൊത്തത്തിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ നിങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. കാര്യം കൂടി, കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇപ്പൊ രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നടക്കമാണ് കേൾക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ ദുരുപയോഗം ചെയ്യുന്ന തിരിച്ചറിയാൻ പറഞ്ഞതാണ്. ശരി, അതായത് ഷാജി ജോസഫ്, നമ്മുടെ ചർച്ചയുടെ ഒരു അവസാന മിനിറ്റുകളാണ്, ഒന്ന് ചുരുക്കി ഉപയോഗിക്കാം. പറഞ്ഞതാണല്ലോ. അല്ല, പറയൂ അരുൺ, പറയൂ. തൃക്കാക്കരയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകളെ മുഴുവൻ കൂട്ടിയോജിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ കരുത്ത്. നിങ്ങൾക്ക് അവിടെ 2020യും ആം ആദ്മിയും SDPയും BJPയുടെ നിങ്ങൾ ഇങ്ങനെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികളെയും കൂട്ടിയോജിപ്പിച്ച് സമരം ഉണ്ടാക്കിയ പശ്ചാത്തലം കേരളത്തിൽ ലക്ഷ്യം.
ആ ഈ ലക്ഷ്യമൊന്നും ഗവൺമെന്റിനെതിരായിട്ടുള്ള കേരളത്തിൽ നടക്കില്ല. വോട്ടുകളാണ്. കാരണം കേരള ജനത ഈ പ്രബുദ്ധരാണ്. ഗവൺമെന്റിനെതിരായിട്ടുള്ള അന്ന് വോട്ടുകളാണ്. കേന്ദ്രവും നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു, നിങ്ങൾക്കത് സാധിച്ചു. ഇപ്പോൾ വിമാന സമരത്തിന്റെ പശ്ചാത്തലം ഉണ്ടാക്കാൻ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ജനം നിങ്ങളെ തെരുവിൽ നേരിടും. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര നിങ്ങൾ പ്രലോഭിപ്പിച്ചാലും ആ സാഹചര്യം ജനങ്ങൾ തന്നെ ഇവിടെ എതിർത്ത് തോൽപ്പിക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ടാവും. റൈറ്റ്. ഇവിടെ ശ്രീ ഷാജി ജോസഫ്, അവസാനമായി നേരത്തെ താങ്കൾ ഈ കേസുമായി ബന്ധപ്പെട്ട്, രാഹുലിനെതിരായ കേസുമായി ബന്ധപ്പെട്ടാണല്ലോ സംസാരിച്ചത്. അവിടെ നിന്ന് ഞാൻ ഒരു ചെറിയ കാര്യം മാത്രം ഈ ചർച്ചയിൽ നേരത്തെ പരാമർശിച്ചു പോയതാണ്. ഏതായാലും ആ ചർച്ചയിലേക്ക് ഇനി പോകുന്നില്ല. പക്ഷേ എങ്കിലും അത് വളരെ രസാവഹമാണ്. ഇപ്പോൾ ED വിവരങ്ങൾ ചോർത്തുന്നു എന്നാണ് ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ പരാതി. അവിടെയും നമ്മൾ സ്വർണ്ണക്കടത്തിലേക്ക് പോകും. ഈ സ്വർണ്ണക്കടത്ത് വിവാദങ്ങൾ മുന്നോട്ട് പോയതെല്ലാം ഇത്തരം ചോർത്തലുകളെ ഉപജീവിച്ചുകൂടിയാണ്. ഇപ്പോൾ ED വിവരങ്ങൾ ചോർത്തുന്നത് കോൺഗ്രസിന് വലിയ പരാതിയുമാണ് ഈ കാലത്ത്. ഷാജി ജോസഫ്. ശരത്തെ, ED ആർക്ക് വേണ്ടിയാണ് ഈ യുദ്ധം നടത്തുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാമല്ലോ. ഈ കേസിൽ ഒരു കാര്യം അറിയാം, ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ ഒരു പൈസ പോലും ക്യാഷ് ട്രാൻസ്ഫർ ഉണ്ടായിട്ടില്ല. എല്ലാം ബുക്കിലൂടെയാണ് ഈ ബുക്ക് ട്രാൻസ്ഫറാണ് ഉണ്ടായിരിക്കുന്നത്. EDക്ക് വളരെ കൃത്യമായി അറിയാം ഈ കേസ് എങ്ങും എത്തില്ല എന്ന്. പക്ഷേ ഈ കേസിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കൂടെ EDയുടെ ഒപ്പം നിർത്തി ED അവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ നവീൻ പട്നായിക്കിനെ പോലെയും മറ്റ് ജഗൻ റെഡ്ഡിയെ പോലെ ഉള്ളവരെയൊക്കെ അവർക്കൊക്കെ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഒന്ന് ഇടപെടുന്ന വേറെ കൊണ്ടല്ല സമയത്തിനകത്ത്. അതായത് ശ്രീ ഷാജി ജോസഫ്, കേരളത്തിൻ്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരായ ആയുധമായി എങ്ങനെ സ്വർണ്ണക്കടത്തിനെ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചോ അതേപോലെ 2024 മുന്നിൽ കണ്ട് മുന്നോട്ട് പോകാൻ മുഖ്യ പ്രതിപക്ഷ പാർട്ടികളിൽ ഒന്നായിട്ടുള്ള കോൺഗ്രസിനെ ഈ രൂപത്തിൽ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നു. ഇതാണോ ചിത്രം? ഉറപ്പായിട്ടും കോൺഗ്രസിന് വളരെ കൃത്യമായ ഒരു അജണ്ട ഇതിലുണ്ട്. എന്താണത്? 2 മാസം കഴിയുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റായി രാഹുൽ ഗാന്ധിയെ തിരഞ്ഞെടുക്കണമെങ്കിൽ, 24 പ്രധാനമന്ത്രി കാൻഡിഡേറ്റായിട്ട് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരണമെങ്കിൽ, ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്ന ഈ അവസരത്തിൽ രാഹുലിനെ വലിയ നേതാവായി ചിത്രീകരിക്കണം. അതാണ് കോൺഗ്രസിന്റെ അജണ്ട. അതിനാണ് അവർ ഇത് ഉപയോഗിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ സപ്പോർട്ട് കിട്ടണമെങ്കിൽ ചെറിയ പാർട്ടികളെ ഭയപ്പെടുത്തി നിർത്തണം. ഇതാണ് അവിടെ നടക്കുന്ന രാഷ്ട്രീയം. കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണ്? കേരളത്തിൽ നടക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ EDയെ കുറിച്ച് പറയുന്നു. കേരളത്തിൽ ED ആണല്ലോ ബ്രീഫിംഗ് നടത്തുന്നത്. അല്ലാതെ ആരാണ് ബ്രീഫിംഗ് നടത്തുന്നത്? സ്വപ്നയുടെ കേസ് നടത്തുന്നത് ആരാണ്? അതിന്റെ പുറകിൽ HRDS എന്ന് പറയുന്ന ഒരു NGO ആണ്. ആ സ്വപ്നയോട് കൂടെ നിൽക്കുന്ന HRDS ആരാണ് സ്പോൺസർ ചെയ്യുന്നത്? ഇതൊക്കെ വളരെ വ്യക്തമല്ലേ? അപ്പോൾ ആ രാഷ്ട്രീയത്തെ തിരിച്ചറിയാതെ കോൺഗ്രസ് അവിടെ കേരളത്തിൽ എടുക്കുന്ന പൊസിഷനിങ് കോൺഗ്രസിന്റെ ഒരു അപജയമാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസിന്റെ കേരളത്തിലെ രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഈ വിധത്തിൽ വിമർശിക്കപ്പെടുന്നു. ഇവിടേക്കും EDയെ ഉപയോഗിച്ചു, ദേശീയ തലത്തിലും EDയെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടുമിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിമർശനം, താങ്കളുടെ ഒരു ചെറിയ മറുപടി. ഈ ED ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ED മാത്രമല്ലല്ലോ ഈ കേസ് അന്വേഷിക്കേണ്ടത്. ഇത് രാജ്യാന്തര കള്ളക്കടത്ത് കേസാണ്. NIA അന്വേഷിക്കണ്ടേ? ഈ നിങ്ങൾ ഡൽഹിയിൽ ED രാഹുൽ ഗാന്ധിയെ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് കൊടുത്തു, രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അതേവായിട്ട് താരതമ്യപ്പെടുത്തും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, അതുമായിട്ട് കേരളത്തിലെ താരതമ്യപ്പെടുത്തണ്ട. ഇതൊരു കള്ളക്കടത്ത് കേസാണ്. വിദേശത്തു നിന്ന് ഡോളർ ഇങ്ങോട്ട് കടത്തിയതും ഇവിടുത്തെ ഡോളർ അമേരിക്കയിലേക്ക് കടത്തിയ കേസാണ്. ED മാത്രം അന്വേഷിക്കേണ്ട കേസ്. അതായത് NIA അടക്കമുള്ള ഏജൻസികൾ അന്വേഷിക്കണം. അരുൺകുമാർ, ഈ താരതമ്യം EDയുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു താരതമ്യം കേരളത്തിലെ കോൺഗ്രസ് ആഗ്രഹിക്കുന്നേ ഇല്ല. അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ, നമുക്ക് നിർത്താം. അല്ല, അതിലിപ്പോഴോ ഇപ്പോഴും യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യം ഇവർ മനസ്സിലാക്കുന്നില്ല. ഇന്നലെ ഇപ്പോൾ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം ഇവർ എതിർക്കുന്ന ഡൽഹി EDയെ കുറിച്ച് ചർച്ച സംഘടിപ്പിച്ചു. ഇന്ന് പ്രധാനമായും കേരളത്തിൽ ഇവർ അനുകൂലിക്കുന്ന EDയിലേക്ക് ചർച്ച വരാനുണ്ടായിട്ടുള്ള കാരണം എന്താ? ശ്രീ KT ജലീലിനെതിരെയും ശ്രീ P ശ്രീരാമകൃഷ്ണനെതിരെയും 2 ഖണ്ഡിക പുറത്തുവിടുകയാണ്. ആര്? ED തന്നെ പുറത്തുവിടും, വേറെ ആരും പുറത്തുവിടില്ലല്ലോ. കോടതി പറഞ്ഞു ഞങ്ങൾ പുറത്തുവിടില്ല, ഞങ്ങൾ തരില്ല, അന്വേഷണം കഴിയാതെ തരില്ല. അപ്പോൾ ഈ കേസ് ലൈവാക്കി നിർത്താൻ വേണ്ടി ED, അതായത് ദേശീയ തലത്തിൽ കോൺഗ്രസ് നടത്തുന്ന പ്രക്ഷോഭത്തെ പോലും വാർത്തയാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അത്തരത്തിൽ ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം കണ്ട് യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാതെ കേരളത്തിലെ കോൺഗ്രസ് വീണ്ടും സമരരംഗത്തിറങ്ങുക, യൂത്ത് കോൺഗ്രസ് സമരരംഗത്തിറങ്ങുക. VP സഞ്ജീവൻ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ NIAയും അതുപോലെ തന്നെ ഈ കസ്റ്റംസും എല്ലാം അന്വേഷിച്ച് ഇതിലൊന്നും കണ്ടെത്താൻ കഴിയാതെ, യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ കഴിയാതെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു.
ഇത് വിചാരണ ഘട്ടത്തിലാണ്. ഇനി അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ഇല്ലല്ലോ. കാരണം വിചാരണ ആരംഭിച്ച കേസിന്റെ സ്ഥിതി താങ്കൾക്കറിയാമല്ലോ. ഈ വിചാരണ ഘട്ടത്തിനിടയിൽ വെളിപ്പെടുത്തൽ നടത്തി എന്തെങ്കിലും ഒരു പുതിയ സംഭവം എന്നുള്ള രൂപത്തിൽ അന്വേഷണമായി മുന്നോട്ട് പോകുക, ആരെങ്കിലൊക്കെ പീഡിപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പീഡിപ്പിക്കുക, സംസ്ഥാന ഗവൺമെന്റിന്റെ വികസന അജണ്ട സ്റ്റോപ്പ് ചെയ്യുക, ഇത് തന്നെയാണ്. ഇത് മനസ്സിലാക്കാൻ ദൂരെ എവിടെയെങ്കിലും പോയി പഠിക്കൊന്നും വേണ്ട. ഈ രാഷ്ട്രീയ സാഹചര്യം വളരെ ചെറിയ ഒരു രാഷ്ട്രീയ ബുദ്ധിയോടെ ഒന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രൂപത്തിൽ വിലയിരുത്തിയാൽ മതി. അത് താങ്കൾ മനസ്സിലാക്കണം. കോൺഗ്രസ് പടിപടിയായി മനസ്സിലാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നിങ്ങൾ ഈ സമരം തന്നെ ഉപേക്ഷിച്ച് പോകുമെന്ന് തന്നെയാണ് നമുക്ക് ഈ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായും അത് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം ഏത് നിലയിൽ കേരളത്തിനകത്ത് ഈ പ്രശ്നം മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന കേന്ദ്ര ഏജൻസിക്കെതിരെ അതിനെ ശക്തമായി വിമർശിച്ച് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഈ ഏജൻസി മുന്നിൽ നിന്നുകൊണ്ട് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നയിച്ച നീക്കങ്ങൾ, അതിനെ പിൻപറ്റി അന്നും ഇന്നും കോൺഗ്രസ് സ്വീകരിച്ച കേരളത്തിലെ നയം, ഇതിലെ വ്യത്യാസങ്ങൾ, ഇത് വരുന്ന ഈ ഒരു താരതമ്യമാണ് യഥാർത്ഥത്തിൽ അത് കോൺഗ്രസിന് മേൽ കാലം കാത്തുവെച്ച കാവ്യനീതിയാണോ എന്ന് കേരളത്തിൽ നിന്ന് ചോദിക്കാൻ തോന്നുന്നത്. അവിടെയാണ് ഈ ചർച്ച. അതേക്കുറിച്ചാണ് ഈ നേതാക്കൾ അതുപോലെ ശ്രീ ഷാജി ജോസഫും നിരീക്ഷണങ്ങൾ മുന്നോട്ട് വെച്ച്. വളരെയധികം നന്ദി.